गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഓം. നമ്മൾ നാരദഭക്തി സൂത്രങ്ങളിൽ 77 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത് അല്ലേ? 77 സൂത്രങ്ങൾ. സുഖദുഃഖ ഇച്ഛാലാഭാദിത്യക്തേ കാലേ പ്രതീക്ഷ്യമാണേ ക്ഷണാർദ്ധമപി വ്യർത്ഥം ന നേയം. സുഖം, ദുഃഖം, ലാഭം, ഇച്ഛ തുടങ്ങിയ എല്ലാം ത്യജിക്കപ്പെടുന്നൊരു കാലം വരും. അന്ന് സൂക്ഷ്മ സാധനകളിലേക്കൊക്കെ പ്രവേശിക്കാം എന്നിത്യാദി സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് ഒരു ക്ഷണത്തിൻ്റെ പകുതി പോലും ഉപേക്ഷിക്കരുത്, വ്യർത്ഥമാക്കി കളയരുത്. സമയം വളരെ വിലയേറിയതാണ്. ഒരു നിമിഷം നഷ്ടമായാൽ ആ നിമിഷം പിന്നെ തിരിച്ചു കിട്ടുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നു. മരണം വന്ന് അടുത്തോട്ടണയുന്നു. ഇന്നലെ നമ്മൾ രാവിലെ ഒത്തുകൂടി, ഇന്ന് രാവിലെ ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും മരണം ഒരു ദിവസം ഇങ്ങോട്ടായി. അത് നമ്മൾ ഓർമ്മിക്കാറില്ല പലപ്പോഴും. നമ്മൾ രണ്ടുപേരുടെയും മരണം ഒരു ദിവസം ഇങ്ങോട്ടായി. അതുകൊണ്ട് തന്നെ ഒരു നിമിഷവും വ്യർത്ഥമാക്കി കളയരുതേ. ഒരു നിമിഷം പോയാൽ പോയതാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യണം? പറയുന്നു, അഹിംസ, സത്യ, ശൗച, ദയ, ആസ്തിക്യാദി ചാരിത്ര്യാണി പരിപാലനീയാനി. അഹിംസ, സത്യ, ശൗച, ദയാസ്തിക്യാദി ചാരിത്ര്യാണി പരിപാലനീയാനി. അഹിംസ, സത്യം, ശൗചം, ദയ, ആസ്തിക്യം തുടങ്ങിയ ചാരിത്ര്യങ്ങളെ പരിപാലനീയാനി, പരിപാലിക്കേണ്ടതാകുന്നു, പരിപാലിക്കപ്പെടേണ്ടതാകുന്നു. ഇത് ആദിശബ്ദം കൊണ്ട് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. ആദിശബ്ദത്തിൻ്റെ അർത്ഥം ഇതുപോലുള്ളതൊക്കെ. അപ്പോൾ അഹിംസ എന്താ? അഹിംസ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. നമ്മുടെ നിലനിൽപ്പോ ജീവിതമോ മറ്റുള്ളവർക്ക് ദുഃഖകരമായിരിക്കാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ പലർക്കും ചിലപ്പോൾ ദുഃഖകരമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് ഒന്നിനും ദ്രോഹം ചെയ്യാതിരിക്കുക. അതാണ് അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ കേവലം ബാഹ്യമായിട്ടൊന്നിനെ കൊല്ലാതിരിക്കുക എന്നുള്ളതല്ല. അവിടെ വാചികവും മാനസികവും ശാരീരികവും ഒക്കെയായ അഹിംസകളെ നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമാണല്ലോ പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ബോധപൂർവമായിട്ടൊരാളെ ഉപദ്രവിക്കുന്നില്ല, നമ്മുടെ കേവലമായ ഇരിപ്പ് പോലും മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്നുവെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല അതിന്.
നമ്മൾ ബോധപൂർവം ഒരാളെയും ഉപദ്രവിക്കരുത്, അത്രയേ ഉള്ളൂ. അഹിംസ, ഹിംസാഭാവം, ഹിംസാപരിത്യാഗമാണ് അഹിംസ. ഹിംസ എന്ന് പറയുമ്പോൾ ശാരീരികവും വാചികവും മാനസികവുമായി പരപീഡനം ചെയ്യുക, മറ്റുള്ളവർക്ക് പീഡയെ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഹിംസ. ഈ ഹിംസ ഇല്ലാതിരിക്കുക, അഹിംസ. സത്യം, ജീവിതത്തിൽ എപ്പോഴും സത്യനിഷ്ഠ പാലിക്കുക, സത്യം മാത്രം പറയുക, ഒരിക്കലും അസത്യം പറയാതിരിക്കുക. എന്തു തന്നെ പ്രലോഭനങ്ങൾ വന്നാലും, പരീക്ഷണങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും പകച്ചു പിന്മാറാതെ ജീവിതത്തിൽ സത്യനിഷ്ഠ പാലിക്കുക. അതാണ് അഹിംസ, സത്യം. പിന്നെ ശൗചം. ശൗചം അകത്തും പുറത്തും ശുദ്ധി പാലിക്കലാണ്. അകത്തും പുറത്തും ശുദ്ധി പാലിക്കലാണ് ശൗചം. പുറമെ കുളി തുടങ്ങിയവയിലൂടെ, അകത്ത് ജപം, വ്രതപാലനങ്ങൾ തുടങ്ങിയവയിലൂടെ. എങ്ങനെയാണ് അകം ശുദ്ധമാവാന്ന് ചോദിച്ചാൽ ജപസാധനകൾ, വ്രതപാലനങ്ങൾ, മറ്റ് ഉപവാസങ്ങൾ, വിചാരക്രമങ്ങൾ, ഇതൊക്കെ കൊണ്ട് അകം ശുദ്ധമാകും. പുറമെങ്ങനെ ശുദ്ധമാകും? കുളി തുടങ്ങിയവയിലൂടെ. അങ്ങനെ ശുദ്ധി പാലിക്കുക. ഇനി ശ്രീമദ് ഭഗവത്ഗീതയിൽ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ എന്നുള്ള ശ്ലോകത്തിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശുചി ശബ്ദത്തിന് പറഞ്ഞത് പാലിക്കുന്നവൻ എന്നർത്ഥം പറയുന്നുണ്ട്. ശുചി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പാലിക്കുന്നവനാരോ അവനാണ് ശുചി. അല്ലാതെ കുളി തുടങ്ങിയവയിലൂടെയുള്ള ശൗചമല്ല, പറഞ്ഞത് പാലിക്കുക എന്നുള്ള ശൗചം. അപ്പോൾ ഇവിടെ ശൗചം എന്നുള്ളതിന് അത് പറയാം. വാക്ക് പാലിക്കുക, പാലിക്കുന്നത് പറയുക, പറഞ്ഞത് പാലിക്കുക. നമ്മൾ പലപ്പോഴും വാക്കിന് വേണ്ട വില കൊടുക്കാറില്ല. എന്തെങ്കിലും ഏതെങ്കിലും പറഞ്ഞേക്കും, എന്തെങ്കിലും ഏതെങ്കിലും പ്രവർത്തിക്കും. അത് വയ്യ. കഴിയുന്നതും വാക്ക് പാലിക്കാൻ പരിശ്രമിക്കുക. കഴിയുന്നതും എന്നേ പറയാൻ പറ്റൂ, അല്ലാതെ നമുക്കാർക്കും സാധ്യമല്ല. ഒരുപാട് ഘടകങ്ങളുടെ അപേക്ഷയിലാണ്. ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളുടെ മുഴുവൻ അപേക്ഷയിലാണ് വാക്കിൻ്റെ പാലനം. പക്ഷേ പറഞ്ഞത് പാലിക്കാൻ ബോധപൂർവമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഇത് മുഖ്യമാണ്. വ്യക്തമാണല്ലോ ഇല്ലേ? ഇപ്പോൾ കുറച്ച് ശബ്ദവും വ്യക്തമല്ലേ? ശരി. അഹിംസ, സത്യ, ശൗച, ദയാ. ദയ, ദയ എന്ന് പറയുമ്പോൾ എവിടെ കഷ്ടപ്പാടും ദുഃഖവും ഉണ്ടോ, എവിടെ ക്ലേശങ്ങൾ കാണുന്നുണ്ടോ, അവിടെ നമ്മളാൽ കഴിയുന്ന സേവ ചെയ്യാനുള്ള സ്വാഭാവികമായ മനോഭാവം വരണം. എവിടെ ദുഃഖം, ക്ലേശം കാണുന്നുവോ അവിടെ സേവ ചെയ്യാൻ സ്വാഭാവികമായി നമ്മളിൽ നിന്ന് പ്രവർത്തനം വരണം. അതാണ്. അത് കൃത്രിമമാവരുത്. അകൃത്രിമമായി സ്വാഭാവികമായി വരുന്ന ദയ. സർവോപരി ആസ്തിക്യം. ആസ്തിക്യം, ആസ്തിക്യമെന്ന് പറയുമ്പോൾ ഗുരു ശാസ്ത്രവാക്യങ്ങളിലുള്ള സത്യത്വബുദ്ധി, ഈശ്വരനിൽ ഉറച്ച ശ്രദ്ധ. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരാധീനമാണെന്ന തിരിച്ചറിവ്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത വ്യവസ്ഥകളും ഈശ്വരാധീനമാണെന്ന തിരിച്ചറിവ്. ഈ തിരിച്ചറിവോടുകൂടി ജീവിക്കുക, അതാണ് ആസ്തിക്യം. അപ്പോൾ അഹിംസ, സത്യ, ശൗച, ദയാ, ആസ്തിക്യാദി ചാരിത്ര്യാണി, ഇത്തരം ചാരിത്ര്യങ്ങളെ പരിപാലിക്കേണ്ടതാകുന്നു.
അപ്പം നേരത്തെ പറഞ്ഞു ഒരു ക്ഷണം പോലും വെറുതെ കളയരുതെന്ന് പറഞ്ഞു, സമയത്തിൻ്റെ വില. അങ്ങനെ കഴിയുമ്പം അഹിംസ തുടങ്ങിയ സമ്പത്തുകളെ നിലനിർത്തണം, ഈ സാധനകളെ പാലിക്കണം എന്ന് പറയുക. എന്തായാലും ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. സർവദാ സർവഭാവേന നിശ്ചിന്തൈഹി ഭഗവാനേവ ഭജനീയഃ. സർവദാ സർവഭാവേന, സർവദാ എല്ലായ്പ്പോഴും, സർവദാ എല്ലായ്പ്പോഴും കാലവാച്ചിയാണ് ദാ. സർവദാ എന്ന് പറഞ്ഞാൽ സർവകാലത്തിലും എപ്പോഴും, സർവഭാവേന എല്ലാ ഭാവത്തിലും, എങ്ങനെയൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ. നിശ്ചിന്തൈഹി മറ്റ് ചിന്തകളില്ലാത്തവരാൽ, മറ്റ് ചിന്തകളില്ലാത്തവരാൽ, അത് വേണം ഇത് വേണം അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള ചിന്തകളില്ലാത്തവരാൽ ഭഗവാനേവ ഭജനീയഃ, ഭഗവാൻ തന്നെ ഭജിക്കപ്പെടേണ്ടതാകുന്നു. ഭഗവാൻ ഏവ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഭഗവത് ഭജനത്തിൽ വേറെ പലതിനെ പങ്കു ചേർക്കരുത്. ഭഗവത് ഭജനത്തിൽ വേറെ പലതിനെ പങ്കു ചേർക്കരുത്. ഭഗവാനെ എൻ്റെ തലവേദന മാറ്റിത്തരണേ എന്ന് പറയുമ്പം ഭഗവാനുമായി തലവേദനയായി. അപ്പം ആർക്കാ അവിടെ പ്രാധാന്യം? ചിന്തിക്കുക. അപ്പോൾ ഭഗവാൻ ഏവ ഭജനീയ, ഭഗവാൻ തന്നെ ഭജിക്കപ്പെടേണ്ടതാകുന്നു. സർവദാ എപ്പോഴും. എപ്പോഴും എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സുഖം ദുഃഖം മാനം അപമാനം ശീതം ഉഷ്ണം തുടങ്ങി പല അവസ്ഥകൾ മാറി വരാം. സുഖം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല, ദുഃഖം മാത്രമായിട്ട് ആർക്കും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും നമ്മൾ സ്തുതിക്കപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിന്ദിക്കപ്പെടും, അതുറപ്പാണ്. ആരെങ്കിലും നമ്മളെ പൂജിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ പരിഭവിക്കുന്നുമുണ്ടാകും. ഈ ബാലൻസ് എപ്പോഴും ലോകത്തിലുണ്ടാവും. സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും സുഖകരങ്ങളായ അനുഭവങ്ങൾ വരുമ്പോൾ സന്തോഷിച്ചു കഴിഞ്ഞാലും വിപരീതം വരുമ്പോൾ നമ്മുടെ സമത നഷ്ടപ്പെട്ടു പോവാറുണ്ട്. ഇവിടെ സർവദാ എപ്പോഴും എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതാണ്. മാറി വരുന്ന ഏത് ജീവിത സാഹചര്യത്തിലും മാറാതെ ഭഗവാൻ ഭജിക്കപ്പെടണം. ഭഗവാനേവ ഭജനീയഃ. വ്യക്താണല്ലോ, ശ്രദ്ധിക്കുക. സ കീർത്യമാനഃ ശീഘ്രമേവ ആവിർഭവതി അനുഭാവയതി ച ഭക്താൻ. സ കീർത്യമാനഃ, ഇങ്ങനെ കീർത്തിക്കപ്പെടുന്ന അവൻ, ഇങ്ങനെ കീർത്തിക്കപ്പെടുന്ന അവൻ. ഇങ്ങനെ കീർത്തിക്കപ്പെടുന്ന അവൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഭഗവാൻ കീർത്തിക്കപ്പെട്ടാൽ ശീഘ്രമേവ ആവിർഭവതി, വേഗം തന്നെ ആവിർഭവിക്കുന്നു, പ്രത്യക്ഷനാകുന്നു. അനുഭാവയതി ച ഭക്താൻ, ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു. ഇപ്രകാരം കീർത്തിക്കപ്പെട്ടാൽ, അതായത് അഹിംസ സത്യ ശൗച ദയ ആസ്തിക്യാദി സാധനകളോടുകൂടെ സർവഭാവേന നിശ്ചിന്തന്മാരാൽ ഭഗവാൻ കീർത്തിക്കപ്പെട്ടാൽ ശീഘ്രമേവ ആവിർഭവതി, വേഗം തന്നെ ആവിർഭവിക്കുന്നു. അനുഭാവയതി ച ഭക്താൻ, ഭക്തന്മാരെ അനുഭാവിപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഭഗവാൻ പ്രത്യക്ഷനാവുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രൂപത്തോടു കൂടി വരിക, ശബ്ദത്തോടു കൂടി വരിക എന്നൊന്നും ആരും അർത്ഥം മനസ്സിലാക്കരുത്. മറിച്ച് എപ്പോഴും സാധകനെ മുന്നോട്ട് നയിച്ച്, എപ്രകാരമാണോ അമ്മ ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നടത്തിക്കുന്നത്, ഒരച്ഛൻ കൈപിടിച്ച് നടത്തിക്കുന്നത്, അതുപോലെ ജീവിതത്തിൽ സകല ഘട്ടങ്ങളിലൂടെയും നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വേണ്ടതിലൂടെ എല്ലാം, വേണ്ടാത്തതിൽ നിന്നെല്ലാം അകറ്റി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. ആര് കേവലമായ ഈശ്വരാശ്രയത്വത്തെ സ്വീകരിക്കുന്നുണ്ടോ
അവർക്ക് വേണ്ടതിലൊക്കെ ഭഗവാൻ അവരെ നയിക്കും. അതെങ്ങനെയാണെന്ന് അത് പറയാൻ പറ്റില്ല. വേണ്ടത് വന്നു ചേരും. ശാസ്ത്രം വേണ്ടപ്പോൾ ശാസ്ത്രം വരും, ഗുരു വേണ്ടപ്പോൾ ഗുരു വരും. ഓരോന്നും ജീവിതത്തിൽ യഥാസമയം വന്നു ചേരും. വേണ്ടാത്ത ഓരോന്നെടുത്ത് മാറ്റപ്പെടും. ആ എടുത്തു മാറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ തത്കാലം നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. ഏത് വസ്തുവാണെങ്കിലും ചേർന്ന് കൈവശം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനോടൊരു താതാത്മ്യം വരും. വേണ്ടാത്തതാണെങ്കിൽ പോലും അതെടുത്ത് മാറ്റപ്പെടുമ്പോൾ കുറച്ച് ദുഃഖമൊക്കെ ഉണ്ടായി എന്ന് വരും. പക്ഷെ പിന്നെ മനസ്സിലാവും, അതൊന്ന് എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ അതിൽ തന്നെ കുടുങ്ങിപ്പോകുമായിരുന്നു എന്ന്. ഈശ്വരനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നതിനാവശ്യമായ രീതിയിൽ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ യാതൊരു സംശയവുമില്ല. അവിടെ വഴങ്ങിക്കൊടുക്കുക മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. അതുകൊണ്ടാണ് നിശ്ചിന്തൈഹി എന്ന് പറഞ്ഞത്. നിശ്ചിന്തന്മാരാൽ ഭഗവാൻ ഭജിക്കപ്പെടേണ്ടതാകുന്നു. അങ്ങനെ ഭജിക്കപ്പെട്ടാൽ ശീഘ്രമേവ ആവിർഭവതി, വേഗം തന്നെ ആവിർഭവിക്കുന്നു. അനുഭാവയതിച്ച ഭക്താൻ, ഭക്തന്മാരെ അനുഭാവനം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക. ത്രിസത്യസ്യ ഭക്തിരേവ ഗരീയസി, ഭക്തിരേവ ഗരീയസി. ത്രിസത്യസ്യ ഭക്തിരേവ ഗരീയസി, ഭക്തിരേവ ഗരീയസി. ത്രിസത്യം, സത്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് വേദങ്ങളിലൂടെയാണ്. വേദമാകട്ടെ ഋഗ്യജു സാമലക്ഷണമാണ്. സത്യപ്രഖ്യാപനം വേദത്തിലൂടെയാണ്. വേദമാകട്ടെ ഋഗ്യജു സാമ ലക്ഷണമാണ്. ഋഗ്യജു സാമലക്ഷണമായ സത്യപ്രഖ്യാപനമാണ് ത്രിസത്യം, വേദം. ത്രിസത്യം വേദം. അപ്പോൾ വേദത്തിൽ വെച്ച്, വേദോപദേശങ്ങളിൽ വെച്ച് ഏറ്റവും ഗരീയസി, ശ്രേഷ്ഠതരയായിട്ടുള്ളത് ഭക്തിയാണ്. അപ്പോൾ ഋഗ്യജു സാമലക്ഷണമായ വേദത്തിന് എന്താ നമ്മളോട് പറയാനുള്ളത് വെച്ചാൽ അതിലേറ്റവും ശ്രേഷ്ഠമാണ് ഭക്തി. ശ്രദ്ധിക്കുക. ഇനി സാധാരണഗതിയിൽ വൈദികങ്ങളായ ആശയങ്ങളെ നമ്മൾ പഠിക്കുന്നത് ശ്രുതി, യുക്തി, അനുഭവം എന്ന ക്രമത്തിലാണ്. അപ്പോൾ ത്രിസത്യം എന്നുള്ളതിന് ഋഗ്യജു സാമലക്ഷണമായി സത്യപ്രഖ്യാപനം ചെയ്യപ്പെട്ടത് എവിടെയോ എന്തിലൂടെയോ അത് ത്രിസത്യം ആണ്. നേരത്തെ പറഞ്ഞത് ഋഗ്യജു സാമലക്ഷണമായത്. അങ്ങനെയുള്ള വേദം ഒരു പ്രമാണത്തിൻ്റെ പദ്ധതിയിലേക്ക് നീങ്ങുമ്പോൾ ശ്രുതി, യുക്തി, അനുഭവം എന്നുള്ളതാണ് പ്രമാണ പദ്ധതി. ശ്രുതി, വേദം എന്തു പറയുന്നു അത് ശ്രവിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള യുക്തികൾ, ശ്രുതി അനുസൃതമായ യുക്തികൾ, ശ്രുതി, യുക്തി. 3 വിദ്വജ്ജനങ്ങളുടെ അനുഭവം. ഇപ്പം ശ്രുതിയും യുക്തിയും വിദ്വജ്ജന അനുഭവവും ഈ വഴിക്കാണ് നമ്മൾ വേദത്തെ, പ്രമാണത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിസത്യം എന്നുള്ളത് ശ്രുതിയുക്തി അനുഭവങ്ങളെ പറയാം. അപ്പം ശ്രുതിയുക്തി അനുഭവങ്ങളുടേതായ മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തിരേവ ഗരീയസി, ഭക്തിരേവ ഗരീയസി. ഏതായാലും ത്രിസത്യം എന്നുള്ളതിന് ഇതിൽ നിന്ന് ഭിന്നമായി പല വ്യാഖ്യാനങ്ങളും കൊടുക്കാൻ സാധിക്കും. ശാസ്ത്രത്തിന് വിരുദ്ധമല്ലാത്ത ഏത് വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കാം ത്രിസത്യം എന്നുള്ളതിന്. ഏതായാലും ഒന്നിൽ മാറ്റമില്ല. ത്രിസത്യത്തിൽ വെച്ച് ഭക്തിയാണ് ഏറ്റവും ശ്രേയസ്കരമായത്. ഭക്തിയാണ് ഏറ്റവും ശ്രേയസ്കരമായത്. ആന്തരികമായ ഭക്തി ഉണ്ടാവുക, അതുതന്നെ. തുടർന്ന് ഉപസംഹരിക്കുകയാണ് സൂത്രഗ്രന്ഥത്തെ. ഗുണമാഹാത്മ്യാസക്തി, രൂപാസക്തി, പൂജാസക്തി, സ്മരണാസക്തി, ദാസ്യാസക്തി, സഖ്യാസക്തി, കാന്താസക്തി, വാത്സല്യാസക്തി, ആത്മനിവേദനാസക്തി, തന്മയതാസക്തി,
പരമവിരഹാസക്തിരൂപ ഏകധ അപി ഏകാദശധാ ഭവതി. ഗുണമാഹാത്മ്യാസക്തി, രൂപാസക്തി, പൂജാസക്തി, സ്മരണാസക്തി, ദാസ്യാസക്തി, സഖ്യാസക്തി, കാന്താസക്തി, വാത്സല്യാസക്തി, ആത്മനിവേദനാസക്തി, തന്മയതാസക്തി, പരമവിരഹാസക്തിരൂപ ഏകധ അപി ഏകാദശധാ ഭവതി. ഉപസംഹരിക്കുകയാണ്, ഭക്തി എന്നുള്ളത് ഏകധ അപി ഒരു പ്രകാരത്തിലാണ്, ഏകധ ഒരു പ്രകാരത്തിൽ, അപി ആണെങ്കിലും. അപ്പോൾ ഭക്തി എത്ര പ്രകാരം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു പ്രകാരമേ ഭക്തിയുള്ളൂ, രണ്ട് പ്രകാരത്തിൽ ഭക്തിയില്ല, ഒരു പ്രകാരം. ഭക്തി പലതില്ല, ഗൗണി, മുഖ്യ എന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ വാസ്തവത്തിൽ അതൊന്നുമില്ല, ഭക്തി ഒന്ന് തന്നെയുള്ളൂ. ഏകധ അപി. ധാ പ്രകാരവചനയാണ്. ധാ പ്രത്യയം വരുന്നത് പ്രകാരത്തിലാണ്, ദാ പ്രത്യയം കാലത്തിലാണെന്ന് പറഞ്ഞു. ഏകദാ ഒരിക്കൽ, സർവദാ എപ്പോഴും എന്നൊക്കെ. ഇത് ധാ പ്രത്യയം വരുന്നത് പ്രകാരവചനത്തിലാണ്. അപ്പോൾ ഏകധ എന്ന് പറഞ്ഞാൽ ഒരു പ്രകാരത്തിലാണെങ്കിലും, അപി ആണെങ്കിലും. ഭക്തി എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഒറ്റ ഒന്നെന്ന മറുപടി, ഏകധ അപി അങ്ങനെയാണെങ്കിലും ഏകാദശധാ ഭവതി 11 പ്രകാരത്തിലായി ഭവിക്കുന്നു, 11 പ്രകാരത്തിലായി ഭവിക്കുന്നു. ഈ ഭക്തിയെ പല പ്രകാരത്തിൽ പറയുന്ന ഒരു സമ്പ്രദായം പണ്ടേ ഉള്ളതാണ്. നവധാഭക്തിയൊക്കെ പ്രസിദ്ധമാണ് പുരാണങ്ങളിൽ. ശിവപുരാണത്തിലും ഭാഗവത പുരാണത്തിലുമൊക്കെ നവധാഭക്തി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നവധാഭക്തി എന്ന് പറയുമ്പോൾ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ 9 അതാണ് നവധ, 9 പ്രകാരത്തിലുള്ള ഭക്തി. ശ്രവണം, ആദ്യം തന്നെ ഭഗവത് തത്വങ്ങളെ ശ്രവണം ചെയ്യുക, കേൾക്കുക, ഈശ്വര ചരിതങ്ങളെ കേൾക്കുക, നാമങ്ങളെ കേൾക്കുക, ഭക്തി സംവർദ്ധകങ്ങളായിട്ടുള്ളവയെ കേൾക്കുക. ഇന്നതെന്ന് പറയുന്നില്ല, ഈശ്വരീയമായ ഭാവത്തെ നമ്മിൽ ജനിപ്പിക്കുന്നവയെ കേൾക്കുക. അത് മാത്രമേ ആദ്യഘട്ടത്തിൽ ചെയ്യണ്ടൂ, വേറൊന്നും ചെയ്യണ്ട. അങ്ങനെ നിരന്തരം കേട്ടാൽ, കേട്ട് 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 എന്താവും, നമ്മൾ സ്വയം കീർത്തനം ചെയ്യുന്ന അവസ്ഥ വരും. എന്തിനെ കേട്ടുവോ അത് നമ്മൾ സ്വയമേവ പറയും, എന്തിനെ കേട്ടുവോ അത് നമ്മൾ പാടും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. നമ്മൾ ഏതൊരു കൂട്ടുകെട്ടിലാണോ താമസിക്കുന്നത്, എന്താണോ നമ്മൾ നിരന്തരം കേൾക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ പറയുക. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മലപ്പുറം ജില്ലയിലൊക്കെ ഒരാൾ പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടാവുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും തമാശ പെട്ടെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗരറ്റ് കുറ്റിയായിട്ടോ ചവിട്ടിപ്പോയി പൊള്ളി, അല്ലെങ്കിൽ ഒരു മുള്ള് പെട്ടെന്ന് കാലിൽ കയറി, എന്നുവെച്ചാൽ പെട്ടെന്ന് പ്രതികരണം ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ ഹിന്ദു എന്ന് പറയുന്ന സാധനങ്ങൾ പലപ്പോഴും അല്ലോ എന്ന് പറയാറുണ്ട്. അല്ലോ, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി കേൾക്കാറുണ്ടത്. ചെറുപ്പക്കാരിടയ്ക്ക് വ്യാപകമാണത്. അല്ലോ, അവർ മുസൽമാന്മാരല്ല, ഹിന്ദു എന്ന് പറയുന്നവരാ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു വ്യാകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് പഠിച്ചിട്ട് രലയോരപരത്വം വാച്യം എന്നുള്ള സിദ്ധാന്തവും വേദത്തിൽ അങ്ങനെയാണ്. ലകാരവും രകാരവും മാറി ഉപയോഗിക്കാമെന്ന നിയമമുണ്ട്. ല എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് രാ എന്നും, രാ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ല എന്നും ഉപയോഗിക്കാം വേദത്തിൽ. അതുപോലെ ആറബികമായ
എന്നുള്ളത് വേണമെങ്കിൽ സംസ്കൃതത്തിലെ ഹ എന്നുള്ളതിനോട് മാറ്റി പറയാം. പഠിച്ചിട്ടാണോ ഇവർ പറയുന്നത്? അങ്ങനെയാണെന്ന് ഹര എന്നാണ്. ഹരൻ ഹരതി സർവാണി പാപാനി അജ്ഞാനാന്ധകാരം ചെയ്തി ഹര. എല്ലാ പാപങ്ങളെയും അജ്ഞാനാന്ധകാരത്തെയും ഇല്ലാതാക്കുന്നവനാരോ അവൻ ഹരൻ. അവൻ തന്നെയാണ് ഹരി. ഹരിയും ഹരനും ഒന്ന് തന്നെയാണ്. ഹര. ഈ ഹരനാണല്ലോ അവിടെ. അതാണല്ലോ ചന്ദ്രക്കലയൊക്കെ വെച്ച് പൂജിക്കുന്നത്. എവിടെയാ ചന്ദ്രക്കല ഉണ്ടാവുന്നേ? ശിവന്റെ ഉച്ചയിലാണ്, ജടയ്ക്കുപരി. ചന്ദ്രക്കല ഒറ്റയ്ക്കുണ്ടാവുമോ? ഒരിക്കലുമില്ല. ചന്ദ്രക്കലയുടെ കൂടെ എപ്പോഴും നക്ഷത്രങ്ങളുണ്ടാവും. ചുരുങ്ങിയത് ഒരു നക്ഷത്രമെങ്കിലും ഉണ്ടാവും. 27 നക്ഷത്രം വേണം. 27 നക്ഷത്രങ്ങളുടെ മണ്ഡലത്തിലാണ് ചന്ദ്രൻ ഇരിക്കുക. എങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ടാവും. അത് രോഹിണിയാണ്. രോഹിണി 27 നക്ഷത്രങ്ങളോടും പ്രേമമുണ്ടെങ്കിലും രോഹിണിയോട് ചന്ദ്രനൊരു പ്രത്യേക പ്രേമമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ശിവന്റെ മകുടത്തിലാണ് ചന്ദ്രക്കലയും നക്ഷത്രവും. അല്ലാതെ ഒരു പ്രകാരത്തിലും അത് പൂജ്യമാകുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ശിവക്ഷേത്രം എവിടെ ഉണ്ടോ അവിടെയൊക്കെ നല്ല കൊടി ഉയർത്തി കെട്ടുക, ചന്ദ്രക്കലയും നക്ഷത്രവും. എത്ര പേര് തയ്യാറുണ്ടാവും? സ്വാമി അയ്യേ എന്തെങ്കിലും പറയണം, മാപ്പിളേൻ്റെ അടയാളം നമ്മൾ വെക്കുക. എന്തിനാണ് നമ്മൾ മാപ്പിളയ്ക്ക് വിട്ടുകൊടുക്കുന്നത്? ഇസ്ലാം മതം ഉണ്ടാവുന്നതിൻ്റെ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ശിവസങ്കല്പത്തിൽ ഇപ്രകാരം ചന്ദ്രക്കലയും നക്ഷത്രവും പറയപ്പെട്ടിട്ടില്ലേ? നമ്മൾ എന്തിനാ ഓരോന്നിനെ ഉപേക്ഷിക്കുന്നേ? വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടില്ലാച്ചാൽ ഓരോന്നും നമുക്ക് നഷ്ടമായി കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നഷ്ടമാക്കുന്ന ഇടപാടുകൾ ഓരോ മേഖലയിൽ വളരുന്നില്ലേ? ഇപ്പോൾ പച്ച കളർ എന്ന് പറഞ്ഞാൽ എന്തോ മുസ്ലിമിൻ്റെ ആണെന്നൊരു ധാരണ നമുക്ക് വന്നു. അതെങ്ങനെയാണ്? മുസ്ലിം ഇങ്ങനെ കളറുണ്ടോ? ശരിയാണ്, മണലാരണ്യത്തിൽ ജീവിക്കുന്നവർക്ക്, മഴ കിട്ടാത്ത പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് പച്ച അവർക്ക് എപ്പോഴും പ്രിയമായിരിക്കും. എപ്പോഴും അവർ ഒരു സ്വർഗം പോലെ കാണുന്നതാ പച്ചയെ. എന്നാൽ 24 മണിക്കൂറും 365 ദിവസവും മഴയുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് പച്ചയെ പൂജിക്കാൻ പറഞ്ഞാൽ അവർക്ക് വെറുപ്പുണ്ടാവും. അതെ, അവർ പച്ച ഇല്ലാത്തൊരു നാടുണ്ടോയെന്നാണ് ചോദിക്കുക. ആപേക്ഷികമാണിതൊക്കെ. ഇത് വളരെ കരുതണം. തമാശ പറഞ്ഞാന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഭരതനാട്യം. ജഡ്ജ് ശ്രദ്ധിക്കുക, നമ്പർ ഇത്ര എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജസൊക്കെ നമ്പർ കുറിച്ച് വയ്ക്കുന്നു. പെട്ടെന്നൊരു ബാങ്ക് വിളി സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന്. ബാങ്ക് വിളി. ആർക്കൊന്നും മനസ്സിലാവണില്ല. അതോടുകൂടി ഭരതനാട്യം തുടങ്ങി. ആ ഭരതനാട്യത്തിൻ്റെ മധ്യത്തിൽ മുസ്ലിം നമസ്കാരക്രിയയും ചെയ്തു. വിചാരിച്ചതുപോലെ സംസ്ഥാന യുവജനോത്സവത്തിൽ ഭരതനാട്യത്തിന് 1ാം സമ്മാനം അതിന് തന്നെ. അതെ, കഥയല്ല. ആ സമയത്ത് കോഴിക്കോട് മുതലക്കുളം പ്രഭാഷണ പരമ്പര നടക്കുന്ന സമയമായിരുന്നു. നമ്മളവിടുന്ന് കലാകാരന്മാരോടൊക്കെ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരുത്തനും പ്രതികരിച്ചില്ല. നമ്മൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഊർജം പോയി എന്നല്ലാണ്ട് ഒരുത്തനും പ്രതികരിച്ചില്ല. എന്താ സ്വാമി ബാങ്ക് വിളിച്ചതിന് സ്വാമി എതിർപ്പാണോ? ഒരിക്കലും എതിർപ്പല്ല. ബാങ്ക് വിളിക്കലാവാം. പക്ഷേ ഭരതനാട്യം എന്ന് പേര് പറയരുത്. ഭരതനാട്യം ഭരതമുനി ചിട്ടപ്പെടുത്തിയ പ്രത്യേകമായ വിന്യാസക്രമങ്ങൾ അതിലുണ്ട്. അത് നമുക്ക് മാറ്റം വരുത്തിയിട്ട് വേറെ എന്തെങ്കിലും ആക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നൃത്തരംഗത്ത് പരമപൂജനീയനായ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരും ഗുരു ഗോപിനാഥും ഒക്കെ കൂടി ചേർന്നിട്ടാണ് കേരള നടനം ഉണ്ടാക്കിയത്. അതായത് കഥകളിയിൽ നിന്ന് ചില അംശങ്ങളെ സ്വീകരിച്ചു,
ഭരതനാട്യത്തിന് ചില അംശങ്ങളെ സ്വീകരിച്ചു. എന്നിട്ട് കേരള നടനം എന്നൊരു കലാരൂപം പുതുതായിട്ടുണ്ടാക്കി. ഇന്ന് കേരള നടനം കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, സ്റ്റേറ്റ് യുവജനോത്സവത്തിലൊക്കെ കേരള നടനം ഒരു ഇനമാണ്. അങ്ങനെ ചെയ്യാം. ഒരു കലാരൂപത്തിൽ നിന്ന് അംശത്തെ സ്വീകരിച്ച് മറ്റൊരു കലാരൂപത്തിൽ നിന്ന് അംശത്തെ സ്വീകരിച്ച് പുതിയൊരു പേരിൽ ആവിഷ്കരിക്കാം. അതിന് കലാകാരന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു പേരിൽ നടത്തുമ്പോൾ അത് എങ്ങനെ മഹർഷി നിർദ്ദേശിച്ചു അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഭരതനാട്യം എന്ന പേരിനെ വ്യഭിചരിച്ചതാണ്. പക്ഷേ എത്ര കലാകാരന്മാർ ഇതിനെ പ്രതികരിച്ചു. മാതൃഭൂമി പത്രത്തിലും മറ്റു പല പത്രത്തിലും നമ്മൾ പ്രതികരിച്ചത് വന്നു. വേറെ കാര്യമായിട്ട് ആരും പ്രതികരിച്ചില്ല. ഇത് സങ്കടം തന്നെയാണ്. ഇനി പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ വർഷവും അത് തന്നെ നടന്നു. അയാൾക്ക് തന്നെയാണ് ഒന്നാം സമ്മാനം. ഇനി ക്രമേണ എന്താവും? ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക കലാരൂപമായിട്ട് അവതരിപ്പിക്കപ്പെടും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വിഷ്ണുപാസനയുടെ ഭാഗമായിട്ടാണ് കോൽക്കളി തുടങ്ങിയത്. വിളക്ക് കത്തിച്ചു വെച്ച് വിഷ്ണുനാമങ്ങളെ ചൊല്ലി കോൽക്കളി കളിച്ച് നൃത്തം ചെയ്യുന്നതാണ്. ഇന്ന് കേരളത്തിൽ കോൽക്കളി എന്തായി തീർന്നു? മുസ്ലിം കലാരൂപമായി തീർന്നു കഴിഞ്ഞു. ഒരു 10-15 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റമാണ്. ഇന്ന് മുസ്ലിം കലാരൂപമായിട്ടാണ് കോൽക്കളി മാനിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ വിഷ്ണു ഉപാസനയുടെ ഭാഗമായിട്ട് നടുക്ക് വിളക്ക് കത്തിച്ചു വെച്ച് ചുറ്റും കോലുകളെ കൊണ്ട് അടിച്ച് നൃത്തം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. രാമചന്ദ്രം കളി എന്നിവരെ പേരുണ്ടായിരുന്നു. ചുരുങ്ങിയ കൊല്ലം കൊണ്ടത് മാറ്റിക്കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് മാറുമ്പോൾ മൂകസാക്ഷികളായി മാറി നിൽക്കാൻ ആണിവിടുത്തെ ബഹുസമൂഹം വിചാരിക്കണതെങ്കിൽ നാളെ ഒരു സംസ്കാരം മുഴുവൻ അന്യം നിന്നാൽ അതിന് കരഞ്ഞിട്ടോ ദ്വേഷിച്ചിട്ടോ അന്ന് കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഓരോന്നും യഥാസമയത്ത് പ്രവർത്തിക്കണം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ പറഞ്ഞത് പച്ചക്കളർന്ന് ചാർത്തി കൊടുത്തു കഴിഞ്ഞു. ചന്ദ്രക്കലയും നക്ഷത്രവും ചാർത്തി കൊടുത്തു കഴിഞ്ഞു. നമ്മൾ കുറേ കൊല്ലങ്ങളായി വിളിച്ച് പറയാൻ തുടങ്ങിയിട്ട് ശിവക്ഷേത്രക്കാരോട് ചന്ദ്രക്കലയും നക്ഷത്രവും പൊക്കത്തിൽ വയ്ക്കുമോ എന്ന്. ആരും വെച്ചിട്ടില്ല. എല്ലാവരും വെച്ചോളണം എന്ന് പറയുന്നില്ല. പക്ഷെ ആരും കേൾക്കണില്ല. എന്നാലും നമ്മൾ പറഞ്ഞുകൊണ്ട് ആരും അനുസരിക്കണില്ല എന്ന് കണ്ടാൽ നിർത്തിക്കൂടെ സ്വാമി? നിർത്താൻ പോണില്ല. കാറ്റ് പോണവരെ പറഞ്ഞുകൊണ്ട് നടക്കും. അവരനുസരിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. നമ്മൾ പറയുന്ന ലോകരനുസരിക്കും നമ്മൾ വിചാരിക്കുന്നില്ല, അനുസരിക്കേണ്ടെന്നും വിചാരിക്കുന്നില്ല. പക്ഷെ ചില ചിന്തകൾ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുക, അവിടെയാണ് നമ്മുടെ പണി. ഇത് പറയാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലം കഴിഞ്ഞു. ശിവക്ഷേത്രക്കാർ ചന്ദ്രക്കലയും നക്ഷത്രവും കൊടിയായിട്ട് വെക്കണമെന്ന് ശിവക്ഷേത്രത്തിൻ്റെ മുകളിൽ. കാരണം വേറെ ആർക്കും അത് അവകാശപ്പെട്ടതല്ല. വേറെ ഒരു ചിന്താഗതിയിലും ചന്ദ്രക്കലയും നക്ഷത്രവും പൂജ്യമാകുന്നില്ല. ചന്ദ്രക്കലയും നക്ഷത്രവും പൂജ്യമാകുന്നത് ശിവോപാസനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചിന്തിക്കുക. നമ്മൾ ഒന്നിനെ എതിർക്കുകയല്ല, അത് നമ്മളതാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്വീകരിക്കട്ടെ, എല്ലാവരും സ്വീകരിച്ചോട്ടെ, എല്ലാവർക്കും സ്വീകരിക്കാലോ. അതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിക്കുകയും വളയ്ക്കുകയൊന്നും വേണ്ട. സ്വസ്തികത്തുനിന്ന് 2 കഷ്ണം മുറിച്ചു മാറ്റി 2 കഷ്ണം നിവർത്തി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉള്ള പോലെ ഉപയോഗിക്കാം, ഉള്ള പോലെ ഉപയോഗിച്ച് ശീലിക്കാം. അതിന് വിരോധമില്ല. കാരണം ലോകത്തിലുള്ള മനുഷ്യ സമൂഹം മൊത്തം ഒരു സാംസ്കാരിക ധാരയിലുള്ളതാണ്. ആ സാംസ്കാരിക ധാരയാണ് ധർമ്മം. മതങ്ങൾ പിന്നീട് തറവാടുകൾ വിഭജിച്ച് താവഴികളായി പിരിഞ്ഞ്, ആ താവഴികൾ വിഭജിച്ച് പിന്നെ കുടുംബങ്ങളായി പിരിഞ്ഞ്, കുടുംബങ്ങൾ വിഭജിച്ച് പിന്നെ കൊച്ചു ഞാനും എൻ്റെ ഭാര്യ അരക്കുട്ടി അടങ്ങുന്ന ഒരു വീടായി പിരിയുന്നത് പോലെ ചുരുങ്ങി വരുന്നതാണ് മതം. ലോകത്തിലെല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒരു ധർമ്മം തന്നെയാണ്, ഒരു സാംസ്കാരിക ധാരയാണ്. ഇത് മനസ്സിലാക്കിയാൽ ഒന്നും അന്യമല്ല, എല്ലാവരെയും സ്നേഹിക്കാം, പക്ഷേ സ്വത്വത്തെ നഷ്ടപ്പെടുത്താതെ. പക്ഷേ മതങ്ങൾ എന്ത് ചെയ്യും?
സ്വത്വത്തെ നഷ്ടപ്പെടുത്തിയിട്ട് തൻ്റെതായ ചിഹ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ സ്വസ്തികത്തിൽ അടിയിൽ ഒന്നങ്ങോട്ട് നീട്ടി, സൈഡത്തെ രണ്ടും അങ്ങോട്ട് മുറിച്ചു മാറ്റി, എന്തായി? കുരിശായി. അല്ലാണ്ടെന്താ? ഇത് ചെയ്യണ്ടെന്നാ പറയുന്നത്. ഈ മുറിച്ചു മാറ്റലും മടക്കലൊന്നും വേണ്ട, അതേപോലെ തന്നെ എടുത്താൽ പോരെ. നല്ലപോലെ ചിന്തിക്കുക. എവിടെ സ്വീകാര്യമാണോ അത് സ്വീകരിച്ചോളൂ, എവിടെ അസ്വീകാര്യമാണോ അത് തള്ളിക്കൊള്ളുക. പക്ഷെ ചിന്തകൾ നമ്മൾ സമൂഹത്തിലേക്ക് വിട്ടുകൊണ്ടേയിരിക്കുക. ഇത് പറയാൻ കാരണം സാന്ദർഭികമായിട്ട് ചന്ദ്രക്കലയെപ്പറ്റിയും ശിവനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. അത് പറയാൻ ഇടവന്നത് അല്ലോ എന്നുള്ള ശബ്ദം ഉച്ചരിക്കുന്നത് ലരയോരപരത്വം വാച്യം എന്ന സിദ്ധാന്തം പഠിച്ചിട്ടല്ലെന്ന് പറഞ്ഞപ്പോഴാണ്. അത് പറഞ്ഞതാകട്ടെ നിരന്തരം ഏതാണോ ശ്രവണം ചെയ്യുന്നത് ആ സംസ്കാരമാണ് നമ്മളിൽ ഉണ്ടാവുക. ഇത് 5 നേരം കേൾക്കുക, അങ്ങനെ രാവിലെ തന്നെ, പിന്നെ 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 അങ്ങനെ 5 പ്രാവശ്യം ഒരു ദിവസം. അപ്പോൾ അതങ്ങ് പറയുക. ഇത് നമുക്കൊന്ന് ഓർമ്മിച്ചൂടെ? നമ്മുടെ വീടുകളിൽ മുഴുവൻ ഈശ്വര നാമജപം ദിവസവും ഉണ്ടാവുക. നാമജപം ഇല്ലാത്ത വീടുണ്ടാവരുത്. കുട്ടികളുടെ പേര് ഈശ്വരീയമായ പേരിടുക, വീട്ടിൻ്റെ പേര് ഈശ്വരീയമായ പേരിടുക. അപ്പം എപ്പോഴും ആ ശബ്ദങ്ങളുമായിട്ട് നമുക്ക് പരിചയമുണ്ടാകും. നമ്മളെ ചുറ്റുപാടും ആ ശബ്ദങ്ങൾ ഇങ്ങനെ വ്യാപരിക്കും. ഇപ്പൊക്കെ കുട്ടികൾക്ക് നല്ല പേരുകളാണില്ലേ? അതെ, ഇപ്പൊക്കെ നല്ല പേരുകളാണ് മക്കൾക്ക്. ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ എന്തായിരുന്നു പേരുകൾ? ഒരു 10 കൊല്ലം മുമ്പ് വരെ മഹാവഷളം പേരുകളായിരുന്നു, മഹാബദ്ധമായിരുന്നു പേരുകൾ. ഒരു 25 കൊല്ലത്തിന് ഇങ്ങോട്ട്, ഒരു 10 കൊല്ലത്തിന് അങ്ങോട്ടുള്ള പേരുകൾ. അപ്പം അങ്ങനെയെല്ലാം നമ്മളെ വ്യവഹരിക്കണത് ചുറ്റുപാട് മുഴുവൻ ഈശ്വരീയമായ ഭാവത്തെ ജനിപ്പിക്കുന്നതാവണം. അപ്പം ശ്രവണവും, അങ്ങനെ ശ്രവണം ചെയ്താൽ കീർത്തനാവും. ഈ ശ്രവണവും കീർത്തനവും ഉണ്ടെങ്കിലേ സ്മരണം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാൻ സ്മരിച്ചോളാം എന്ന് പറഞ്ഞാൽ വെറുതെയാണത്, സാധ്യമല്ല. ഞാൻ ഭഗവാനെ സ്മരിച്ചോളാം, അത് പോരെ? മരണകാലത്ത് ഭഗവാനെ സ്മരിച്ചു പോയാൽ പോരെ? അപ്പം മുക്തി ആയിക്കോളുമല്ലോ. പിന്നെ എന്തിനാ അതിന് മുമ്പുള്ള കാര്യമൊക്കെ ആലോചിക്കണത് എന്നാരും പറയരുത്. സ്മരണം ഉണ്ടാവണമെങ്കിൽ ശ്രവണവും കീർത്തനവും ഉണ്ടാവണം, എന്നാലേ സ്മരണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അങ്ങനെ ശ്രവണ കീർത്തന സ്മരണങ്ങളോടുകൂടെ പാദസേവനം ചെയ്യണം. എന്താ പാദസേവനം? ഭഗവാന്റെ പാദങ്ങളിൽ സേവിക്കുക. എന്താ ഭഗവാന്റെ പാദങ്ങൾ? ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളുമാണ്. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളുമാണ് ഭഗവാന്റെ പാദങ്ങൾ. അപ്പം എവിടെ കഷ്ടപ്പാടുണ്ടോ, എവിടെ ദുഃഖമുണ്ടോ, എവിടെ ക്ലേശങ്ങളുണ്ടോ അവിടെ നമ്മുടെ സേവ എത്തുക. അതാണ് മുഖ്യം. പിന്നെ അർച്ചനം. ഭഗവത് പാദത്തിൽ തൻ്റെ അന്ധകരണത്തെ തന്നെ സമർപ്പിക്കുകയാണെന്ന ഭാവനയോടുകൂടി വ്യത്യസ്ത ദ്രവ്യങ്ങളെ അർച്ചന ചെയ്യുന്നു. അങ്ങനെ അർച്ചന ചെയ്ത് 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 അവസാനം തന്നെ അർച്ചന ചെയ്തു. ഇനി ബാഹ്യമായൊരു വസ്തു അർച്ചിക്കാനില്ല. ആ അർച്ചനയുടെ പരിപൂർണതയിൽ തന്നെ അർച്ചിച്ചു. ഇനി എന്താ ഉള്ളത്? ഇനിയൊന്നുമില്ല. ഇതോടുകൂടി വിധിവിധാനപരമായ ഭക്തി കഴിഞ്ഞു. പരാഭക്തിയിലേക്ക് നമ്മൾ ഉയർന്നു. ഈ പരാഭക്തിയിലെത്തിയ ഒരു ഭക്തൻ്റെ 3 അവസ്ഥാവിശേഷങ്ങളാണ് വന്ദനവും ദാസ്യവും സഖ്യവും. എല്ലാത്തിനെയും വന്ദിക്കുന്നു, എല്ലാത്തിലും ഭഗവത്ഭാവം കണ്ട് വന്ദിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സമസ്ത പ്രതിഭാസങ്ങളുടെയും യജമാനൻ ഭഗവാനാണെന്ന ഭാവനയോടുകൂടി താൻ ദാസനാണെന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നു. ദാസ്യം. താനും ഭഗവാനും കൂട്ടുകാരാണെന്ന ഭാവനയോടുകൂടി സഖി ഭാവത്തിൽ വന്ദിച്ചു കഴിയുന്നു എല്ലാത്തിലും. ഈ 3 ഭാവങ്ങളെ പരാഭക്തന് സ്വീകരിക്കാം. ഇവയെ അതിക്രമിച്ചു കഴിഞ്ഞാൽ പരമമായ ആത്മനിവേദനമാണ്. അവിടെ ഞാനും ഭഗവാനും വേറെയില്ല. ഉപാസിക്കപ്പെടുന്നതും ഉപാസ്യവും ഉപാസനയും ഒന്നുമില്ല. എല്ലാം ഏകീഭവിച്ച പരമാത്മവിജ്ഞാനമാണ്. ഈ പരമാത്മവിജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഭക്തിമാർഗം.
അതാണ് നവധാഭക്തിയുടെ വിധാനം. ഇത് വിഷ്ണു വൈഷ്ണവ പുരാണങ്ങളിൽ ഭാഗവതം തുടങ്ങിയവയിൽ, ശൈവപുരാണങ്ങളിൽ ശിവപുരാണം തുടങ്ങിയവയിലൊക്കെ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ നവധാഭക്തി, വാസ്തവത്തിൽ ഭക്തി 9 പ്രകാരമില്ല, ഒന്നേ ഉള്ളൂ. അതാണ് ഏകഥ, ഒരു പ്രകാരത്തിലേ ഉള്ളൂ ഭക്തി. എങ്കിലും പലതായി പറയുന്നു. ഇവിടെ ഭാഗവതത്തിൽ ശിവപുരാണത്തിൽ 9 പറഞ്ഞു. നാരദൻ ഇവിടെ 11 പറയുന്നത്. വാസ്തവത്തിൽ ഒന്നാണ് ഭക്തി, 11 ഉണ്ടെന്ന് ആരും പറയരുതേ. ഭക്തി ഒരു പ്രകാരമാണ്, എങ്കിലും 11 പ്രകാരത്തിലാവാം. അതേതൊക്കെയാണ്? ഗുണമാഹാത്മ്യാസക്തി. നേരത്തെ പറഞ്ഞതുപോലെ ക്രമമല്ല ഇവിടെ. നേരത്തെ പറഞ്ഞത് ക്രമമായിട്ടാണ് നവധാഭക്തി. ഇത് ക്രമമല്ല, പലതും ആവാം. ഇത് ഓരോരോ ആസക്തി ഓരോരുത്തർക്ക് സ്വീകരിക്കാം. ക്രമത ഇല്ല ഇവിടെ. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒന്നിനു ശേഷം അടുത്തത്, ഒന്നിനു ശേഷം 2, 2 ശേഷം 3 എന്ന ക്രമം അവിടെ ഇല്ല. 11 ഭക്തന്മാർക്ക് ആശ്രയിക്കാവുന്ന പ്രകാരമാണ്. 11 പ്രകാരത്തിൽപ്പെട്ട ഭക്തന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെയാണ് 11? ഒന്ന് ഗുണമാഹാത്മ്യാസക്തി. ഭഗവാന്റെ ഗുണമാഹാത്മ്യങ്ങളെ കീർത്തിക്കുക, അത് പറയുക, അത് കേൾക്കുക, അത് ചിന്തിച്ചിരിക്കുക, അതിലൊക്കെ ആസക്തി ഉണ്ടാവുക. അങ്ങനൊരു ഭക്തി. അപ്പോൾ ആ വകുപ്പുകാർക്ക് എന്താ ചോദിച്ചാൽ, ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക, കേൾക്കുക എന്നുള്ളതിൽ ആസക്തി ഉണ്ടാവുക. മനസ്സിലായില്ല? ഭഗവത് കഥകളൊക്കെ ഗുണമാഹാത്മ്യത്തെ പറയുന്നതാണ്. എന്തൊക്കെയാ ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാന്റെ മാഹാത്മ്യം എന്തൊക്കെയാ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അവൻ്റെ മാഹാത്മ്യമാണ് എന്ന് ഭഗവൻ മാഹാത്മ്യത്തെ പറയുക, കേൾക്കുക, അതിൽ വലിയ താല്പര്യം ഉണ്ടാവുക, കേൾക്കാൻ വലിയ ആഗ്രഹം. എന്ത് കഷ്ടപ്പെട്ടും കേൾക്കാൻ പോകും, പറയുക, എന്ത് കഷ്ടപ്പെട്ടും പറയാൻ പോകും. ഇങ്ങനെ പറയുക, കേൾക്കുക തുടങ്ങിയവയിലൊക്കെ ആസക്തി ഉണ്ടാവുക. അതാണ് ഗുണമാഹാത്മ്യാസക്തി. അതാവാം. 2 രൂപാസക്തി. വേറെ ചിലർക്ക് ഇതല്ല. വേറെ ചിലർക്ക് തൻ്റെ ഇഷ്ടദേവത രൂപം അങ്ങനെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുക, അത് കാണുക, അതിനലങ്കരിക്കുക. അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിൽ രൂപം കണ്ടുകൊണ്ടിരിക്കുക, അത് അലങ്കരിക്കുക, പല അലങ്കാരങ്ങളും ചെയ്യുക, അതിൽ തന്നെ ആസക്തന്മാരായിട്ട് കഴിയുന്നവരുണ്ട്. ചിലർ അങ്ങനെയാണ്, രൂപാസക്തി. വേറെ ചിലർ പൂജാസക്തി. അവർക്ക് രൂപത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഗുണമാഹാത്മ്യ കീർത്തനത്തിലൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ എപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഭഗവത് പൂജ ചെയ്യുന്നതിലാ താല്പര്യം. വിവിധ ദ്രവ്യങ്ങളെ കൊണ്ടുവന്ന് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ വലിയ താല്പര്യം ഉണ്ടാവുക, അതിൽ ആസക്തി. അങ്ങനെ പൂജ ചെയ്യുമ്പോൾ കണ്ണുനീരെല്ലാം ഒഴുകി പരിപൂർണമായ ശ്രദ്ധയോടുകൂടി പൂജിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വേറൊന്നുമില്ല, ഇതിലാണ് അവരുടെ താല്പര്യം. വേറെ ചിലർ ഇതുമില്ല, പൂജയൊന്നുമില്ല, സ്മരണാസക്തി. ഭഗവത് സ്മരണ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അതിലാണ് അവർക്ക് ആസക്തി. എപ്പോഴും എപ്പോഴും ജീവിതത്തിൽ എന്തെന്ത് സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക, എപ്പോഴും സ്മരണയിൽ കഴിയുക. സ്മരണ വിട്ടുപോകുന്ന സന്ദർഭം ഇല്ല, അതിൽ ആസക്തന്മാരായിട്ടിരിക്കുക. സ്മരണാസക്തി. ശ്രദ്ധിക്കണേ, ഗുണമാഹാത്മ്യാസക്തി, പൂജാസക്തി, രൂപാസക്തി, സ്മരണാസക്തി. ഇനി വേറൊരു കൂട്ടർ ദാസ്യാസക്തി. അങ്ങനെയുണ്ട്. ഞാൻ ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവനയോടുകൂടി പല പരിപാടിയും ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഭഗവാന്റെ ദാസനാണ് ഞാൻ, ഭഗവാൻ യജമാനനാണ്. ഈ ഭാവനയിൽ ഒരു ദാസൻ എപ്രകാരമാണോ യജമാനന് വേണ്ടി സേവ ചെയ്യുന്നത്, അപ്രകാരം നിരന്തരം സേവാനിരതമായ ഭാവത്തോടുകൂടി ജീവിക്കുക. അതിലൊരു സന്തോഷം, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ദാസാസക്തി. വേറെ ചിലർ സഖ്യാസക്തിയാണ്. ഞാൻ ഭഗവാന്റെ സഖാവാണ്, ഭഗവാൻ സഖാവ്, ഞാൻ സഖാവ്. ഇപ്പം സഖാവ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആട്ടോ അർത്ഥം മനസ്സിലാക്കണേ. പ്രത്യേകിച്ച് സഖാവ് ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെയാ വിചാരിക്കുക. നമ്മളൊരു ശബ്ദവും അങ്ങനെ വിട്ടുകൊടുക്കരുത് ആർക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രയോഗിക്കണം പരസ്പരം സഖാവ് എന്നുള്ള ശബ്ദം. സമാന ആചാര
വയസ്കരൊക്കെയാണ് സഖാക്കന്മാർ. സമാന വയസ്കർ, സമാനാചാരയുക്തന്മാർ, അങ്ങനെയുള്ളവരെയാണ് സഖാവെന്ന് പറയുക. സഖി ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം ഭഗവാൻ സഖാവാണ്, എൻ്റെ സഖാവ്, ഞാൻ ഭഗവാന്റെ സഖാവ്. ഈ ഭാവനയിൽ സഖ്യം മനസ്സിൽ വിചാരിച്ച് അങ്ങനെ കഴിയുക. അതിലൊരു ആസക്തി, സഖ്യാസക്തി. ഇനി ചിലർക്ക് അങ്ങനെയല്ല, കാന്താസക്തി. ഭഗവാൻ എൻ്റെ നാഥനാണ്, ഞാൻ ഭഗവാന്റെ കാന്തയാണ്. ഗോപസ്ത്രീകളെപ്പോലെ സ്വയം കണക്കാക്കിക്കൊണ്ട് ഞാൻ ഭഗവാന്റെ കാന്തയാണ്, ഭഗവാൻ കാന്തനാണെന്ന ഭാവനയോടുകൂടി കഴിയുക. ഇതൊന്നും പുറമേന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ. അപ്പുറത്ത് പുറമേ നോക്കുമ്പോൾ ചിലപ്പോൾ ഭ്രാന്താന്ന് വരെ തോന്നിയെന്ന് വരും. അത് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ ഭഗവാൻ നാഥനും ഞാൻ കാന്തയും എന്ന ഭാവനയിൽ കഴിയുന്നു. വാത്സല്യാസക്തി എന്നാൽ ചിലർക്കതല്ല, ഭഗവാൻ തൻ്റെ കൊച്ചു കുട്ടിയാണ്, താൻ ഭഗവാന്റെ അമ്മയാണ് എന്ന ഭാവത്തിൽ, വത്സലഭാവത്തിൽ ഭഗവാനെ കാണുക. ഒക്കെ അണിയിച്ചൊരുക്കി കൊടുത്ത് വേണ്ടതൊക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റി അങ്ങനെ ഭഗവാനെ നയിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. വാത്സല്യാസക്തി. ഇതൊക്കെ നമ്മളിൽ ഏത് ഘട്ടത്തിലും വരാം. ഇപ്പോൾ വാത്സല്യാസക്തി പ്രായമായവർക്കുള്ളതാണ്. ഇപ്പോൾ കുറൂരമ്മയുടെയൊക്കെ ദൃഷ്ടാന്തമൊക്കെ പറയും ചിലപ്പോൾ. കൊച്ചുകുട്ടികൾക്കും ആവാം വാത്സല്യാസക്തി, ഇല്ലേ? അതെ. നമുക്ക് വളരെ അടുപ്പമുള്ളൊരു ചെറിയ മോളുണ്ട്, ചെറിയൊരു മോളാ. അവൾക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും അവൾക്കൊരു ഉണ്ണികൃഷ്ണൻ്റെ പ്രതിമ ഉണ്ട്. പിന്നെ അതിനേക്കാൾ നേരം പോക്കുണ്ട്. അവരെ വീട്ടിൽ നമ്മളൊരു ചിത്രമുണ്ട്, ഇതിന് കൊണ്ടുകൊടുക്കുമ്പോൾ ആയിരം, അതിൻ്റെ ഫോട്ടോ ഒക്കെ കേടുവരുത്തിയിരിക്കുക. ഒരു ദിവസം നേരിട്ട് നമ്മൾ ചെന്നപ്പോൾ നമുക്ക് തരുന്നില്ല, ഫോട്ടോയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുത്താലും അത് കരയുകയൊക്കെ ചെയ്യും. എന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിച്ച് കരയും. ആരും പഠിപ്പിച്ചൊന്നുമല്ല, അത് സ്വയമേവ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്താ മോളേത്, നീ ഇത് ഫോട്ടോയെ കേടുവരുത്തിയല്ലോ, ഒക്കെ കേടുവന്നില്ലേ? കേടുവന്നാൽ എന്താ, ദിവസം ഭക്ഷണം കഴിക്കാൻ കൊടുക്കല്ലേ, അതിനാണ്. അപ്പോൾ വാത്സല്യഭാവം കൊച്ചു കുട്ടികളുടെ ഉള്ളിൽ പോലും ഉണ്ട്. വത്സലഭാവം തോന്നുക. അങ്ങനെ ഭഗവാനെ കാണുക, അതിലൊരാസക്തി ഉണ്ടാവുക. ആത്മനിവേദനാസക്തി. ഞാൻ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുന്നു, പരിപൂർണമായി നിവേദം ചെയ്തിരിക്കുന്നു എന്ന ഭാവന ഇങ്ങനെ ഊട്ടി വളർത്തിക്കൊണ്ട് ആത്മനിവേദനാസക്തി. തന്മയതാസക്തി. വേറെ ചിലർക്ക് ഇതല്ല, തന്മയഭാവം. ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന ഭാവത്തിൽ കഴിയുക. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. തന്മയതാസക്തി, ഞാൻ തന്നെയാണ് ഭഗവാൻ, എന്നിൽ നിന്ന് ഭിന്നനല്ല എന്ന ഭാവത്തിൽ കഴിയുക. തന്മയതാസക്തി. ഭഗവാനായിട്ട് വേഷം കെട്ടുക, അങ്ങനെ കുട്ടികൾക്കൊക്കെ താല്പര്യം ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവും. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട്. കൃഷ്ണനായിട്ട് വേഷം കെട്ടുക, രാമനായിട്ട് വേഷം കെട്ടുക, ശിവനായിട്ട് വേഷം കെട്ടുക. അങ്ങനെ സ്വയം അതാണെന്ന് ഭാവന ചെയ്തിരിക്കുക. തന്മയതാസക്തി. ഇതൊക്കെ ഭക്തിഭാവമായിരിക്കണേ, ശരിയായ ഭക്തി ആയിരിക്കണം. അതിലുള്ളതാ ഇതൊക്കെ. അല്ലാണ്ട് വേഷം കെട്ടൊക്കെ ആർക്കും കഴിയും. വേഷം കെട്ട ആർക്കാ കഴിയാത്ത? വേഷം കെട്ടിയോണ്ട് തന്മയതാസക്തി ഉണ്ടെന്ന് അർത്ഥമില്ല. തന്മയതാസക്തി ഉള്ളൊരു വേഷം കെട്ടിയെന്ന് വരും. രണ്ടും രണ്ടാണ്, ശ്രദ്ധിക്കുക. പരമവിരഹാസക്തി. പരമവിരഹാസക്തി, പരമമായ വിരഹം. ഗോപസ്ത്രീകൾക്കൊക്കെ ഉണ്ടായതുപോലെ പരമവിരഹം, ഭഗവാനുമായിട്ട് വിരഹം അനുഭവിച്ച് ആ വിരഹത്തിൻ്റെതായ ദുഃഖം സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിലൊരു താല്പര്യം. അങ്ങനെയാ ചിലർക്കൊക്കെ ഈ കരഞ്ഞ് കീർത്തനം ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാ. ഇവിടെ കരയാണോടാ വേണ്ടത്, ചിരിക്കല്ലേ വേണ്ടത്? അതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. അവർക്ക് ഭഗവാനെ പറ്റി പറഞ്ഞ് കരയാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ ചോദിക്കുക, കരയാൻ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇനി ഭഗവാനെ പറ്റി പറഞ്ഞിട്ട് കരയുക, ചിരിക്കല്ലേ വേണ്ടത് ഭഗവാനെ പറ്റി പറഞ്ഞിട്ട്?
എന്താ സ്വാമിക്ക് അതൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അവർ പറയും. അവർക്കതിൽ കരയാനാ ഇഷ്ടം. കെട്ടെ കരഞ്ഞോട്ടെ, എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ പരമവിരഹാസക്തി. ഇങ്ങനെ ഏകഥ അപി, വാസ്തവത്തിൽ ഭക്തി ഒരു പ്രകാരത്തിലേ ഉള്ളുവെങ്കിലും ഏകാദശധാ ഭവതി, 11 പ്രകാരത്തിൽ ഭവിക്കുന്നു. ഇത് ശ്രദ്ധിക്കുക. നവധാ ഭക്തിയെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു ക്രമം നമ്മൾ പറയും. ശ്രവണം, അത് കഴിഞ്ഞാൽ കീർത്തനം, അത് കഴിഞ്ഞാൽ സ്മരണം, അത് കഴിഞ്ഞാൽ വന്ദനം, അത് കഴിഞ്ഞാൽ അങ്ങനെ പാദസേവനം, അർച്ചനം, അങ്ങനെ ക്രമത്തിൽ പറയും. ഇവിടെ അങ്ങനെ ക്രമമല്ല. ഈ പറഞ്ഞ 11 പ്രകാരത്തിൽ ഏത് പ്രകാരവും ആർക്കും അവലംബിക്കാം. ഇതിലേതെങ്കിലും ഒരു ഭാവത്തെ അവലംബിച്ചുകൊണ്ട് ഭക്തന്മാർ ലോകത്തിൽ കഴിയും. ഈ പറഞ്ഞ 11 പ്രകാരത്തിനും ദൃഷ്ടാന്തങ്ങളെ നമുക്ക് ലോകത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. ചുറ്റുപാട് നോക്കിയാൽ ഈ 11 പ്രകാരത്തിൽപ്പെട്ടതിനും ദൃഷ്ടാന്തങ്ങളെ കാണാൻ കഴിയും. ഇനി ഒരാൾക്ക് തന്നെ ഒരു സന്ദർഭത്തിൽ ഒരു ഭാവം, വേറൊരു സന്ദർഭത്തിൽ വേറൊരു ഭാവം, അങ്ങനെയാവാം. വ്യക്തമാണല്ലോ പറഞ്ഞേ. ഒരാൾക്ക് തന്നെ ഒരു സന്ദർഭത്തിൽ ഒരു ഭാവം, വേറൊരു സന്ദർഭത്തിൽ വേറെ ഭാവം, അങ്ങനെയൊക്കെ ആവാം. ചിലപ്പോൾ കീർത്തനങ്ങൾ പാടി രസിക്കുക, ചിലപ്പോൾ കീർത്തനമൊന്നും പാടില്ല, പൂജ ചെയ്ത് അങ്ങനെ രസിച്ചിരിക്കും. ചിലപ്പോൾ പൂജയും ചെയ്യില്ല, അങ്ങനെ മനസ്സിൽ ഭഗവാനെ സ്മരണ ചെയ്തുകൊണ്ട് ഇരിക്കുക. വേറെ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും പണി എടുത്തുകൊണ്ടിരിക്കുക. ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവത്തിൽ എപ്രകാരം ദാസൻ യജമാനന് വേണ്ടി പണിയെടുക്കുന്നു അതുപോലെ പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരേ ആൾക്ക് തന്നെ പല ഭാവങ്ങളെ ആശ്രയിക്കാം. ഏതായാലും വാസ്തവത്തിൽ ഭക്തി ഒരു പ്രകാരമാണ്, അത് ഈ 11 പ്രകാരത്തിലായി തീരാം എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രം ഉപസംഹരിക്കുകയാണ്. ഇത്യേവം വദന്തി ജനജൽപ നിർഭയാഃ ഏകമതാഃ കുമാര വ്യാസ ശുക ശാണ്ഡില്യ ഗർഗ വിഷ്ണു കൗണ്ഡിന്യ ശേഷോദ്ധ വാരുണി ബലി ഹനുമത് വിഭീഷണാദയഃ ഭക്താചാര്യാഃ. ഇത്യേവം വദന്തി ഭക്താചാര്യാഃ ഭക്ത്യാചാര്യാഃ. ഇത്യേവം വദന്തി, ഇപ്രകാരമൊക്കെ പറയുന്നു, ഇപ്രകാരമൊക്കെ പറയുന്നു. എപ്രകാരം? അധാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ സ്വാത്വസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപ ച എന്നിങ്ങനെ പറഞ്ഞില്ലേ? 1-ാം സൂത്രം മുതൽ ഈ 82-ാം സൂത്രം വരെ ഇപ്രകാരം പറയുന്നു. ഇതൊക്കെ പറയുന്നത് ഞാനായിട്ട് പറയുന്നതല്ല, ഭക്ത ആചാര്യന്മാർ പറയുന്നതാണ്. ഭക്തിശാസ്ത്രത്തിലെ ആചാര്യന്മാർ പറയുന്നതാണ്. ഭക്തി ആചാര്യാഃ. ഇപ്രകാരം ഭക്തി ആചാര്യന്മാർ പറയുന്നു, അഥവാ ഭക്താചാര്യന്മാർ പറയുന്നു. ഭക്താചാര്യന്മാർ പറയുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഭക്തന്മാരും ആചാര്യന്മാരുമായവർ യാവരും അവരാണ് ഭക്താചാര്യന്മാർ. ഭക്തി ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഭക്തിശാസ്ത്രത്തിൽ ആചാര്യന്മാർ, ഭക്തിമാർഗത്തിൽ ആചാര്യന്മാർ. ഇങ്ങനെ ഭക്തിമാർഗത്തിൽ ആചാര്യന്മാർ പറയുന്നു, അഥവാ ഭക്താചാര്യന്മാർ പറയുന്നു. എന്താ ഭക്താചാര്യന്റെ അല്ലെങ്കിൽ ഭക്തിയാചാര്യന്റെ ലക്ഷണം? പറയുന്നു, ജനജൽപ നിർഭയാഃ. അതാണ് ആചാര്യന്മാർ പലരുണ്ട്, പല ആചാര്യന്മാരെ പേര് പറയുന്നുണ്ട്. ഒരാചാര്യനൊന്നുമല്ല, പല ആചാര്യന്മാർ. ഈ ആചാര്യന്മാർക്കൊക്കെ ഒരു പൊതു സ്വഭാവം, എല്ലാവർക്കും സ്വീകാര്യമായൊരു പൊതുവിശേഷണമുണ്ട്. അതാണ് ജനജൽപ നിർഭയാഃ. ജനങ്ങളുടെ ജൽപ്പനങ്ങളിൽ നിർഭയന്മാരാണ് ആചാര്യന്മാർ. സാധാരണ ലൗകികന്മാർ അവൻ എന്താ പറയുക, അവൾ എന്താ പറയുക നോക്കിയിട്ട് എല്ലാം പറയൂ. ലൗകികന്മാർക്ക് അങ്ങനെ ഉണ്ട്. ഞാനിപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞാൽ അവൻ എന്ത് പറയും, അവളെന്ത് പറയും, മോശമാവില്ലേ, വേണ്ട. ഇങ്ങനെ പല നീക്കുപോക്കുകളും ചെയ്യുന്നവരാ പൊതുവെയുള്ള സമൂഹത്തിൽ കാണപ്പെടുന്ന ആൾക്കാർ. എന്നാൽ ആചാര്യന്മാരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ജനജൽപ നിർഭയന്മാരാണ്. ജനങ്ങളുടെ ജൽപ്പനങ്ങളിൽ അവർക്ക് ഭയം അശേഷം ഇല്ല. ആര് വന്ദിക്കട്ടെ, ആര് നിന്ദിക്കട്ടെ, അവിടെ യാതൊരു പ്രശ്നവുമില്ല. ജനങ്ങൾ ജൽപ്പനം ചെയ്യുന്നവരാണ്.
അവരെ ജൽപ്പനത്തിനനുസരിച്ച് നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മാറ്റാൻ കഴിയില്ല. അവരിന്ന് സ്തുതിച്ചു എന്ന് വരും, നാളെ നിന്ദിച്ചു എന്ന് വരും, മറ്റന്നാൾ വീണ്ടും സ്തുതിച്ചു എന്ന് വരും. അതിനനുസരിച്ച് നമ്മുടെ വാക്കുകൾ മാറ്റിയാൽ ഇതാണിന്ന് സംഭവിക്കുന്നത്. ഞാനിത് പറഞ്ഞാൽ സത്യാന്ന് എനിക്കറിയാം, എങ്കിലും അതൊരു മോശമായി തീരില്ലേ? വേണ്ട, പറയണ്ട. ആചാര്യന്റെ ലക്ഷണം മനസ്സിലാക്കുക. ജനജൽപ്പ നിർഭയന്മാരാണ് ആചാര്യന്മാർ. ജനങ്ങളുടെ ജൽപ്പനങ്ങളിൽ നിർഭയന്മാരാണ്. അവനെന്താ പറയുക, അവളെന്താ പറയുക നോക്കിയിട്ടല്ല ആചാര്യൻ പറയുന്നത്. ആചാര്യൻ ശാസ്ത്രത്തിനും യുക്തിക്കും സ്വാനുഭവത്തിനും എന്താണോ യോജിച്ചത് അത് പറയും. അത് മറ്റൊരാൾക്ക് സ്വീകാര്യമായിരിക്കാം, അസ്വീകാര്യമായിരിക്കാം. ആശയം വ്യക്തമാണല്ലോ. ഈ വാക്ക് ശ്രദ്ധിക്കണം. ആചാര്യന്മാർക്ക് പൊതുവായിട്ടുള്ളൊരു പേരാണ് ജനജൽപ്പ നിർഭയാഹ. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ജനങ്ങളുടെ ജൽപ്പനങ്ങളിൽ നിർഭയന്മാർ. ജനജൽപ്പ നിർഭയാഹ. ഏകമതാഹ, ഒറ്റ അഭിപ്രായമുള്ളവർ. സത്യ സാക്ഷാത്കാര സമ്പന്നർക്ക് ഏക അഭിപ്രായമേ ഉള്ളൂ. പലത് സത്യം എന്ന് വിചാരിക്കുന്നവരാണ് പലത് ശരി, അത് തെറ്റ്, ഇത് ശരി എന്ന് പറഞ്ഞു പോകുന്നത്. സത്യം ഏകമാണെന്നറിയുന്നവർക്കറിയാം എല്ലാ ആവിഷ്കാരങ്ങളും ഒരേ സത്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ്. ഒരേ സത്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എല്ലാം. അതുകൊണ്ട് ഏകമതാഹ, ഒരഭിപ്രായമുള്ളവർ. ജനജൽപ്പ നിർഭയന്മാരായ ഭക്താചാര്യന്മാർ ഇപ്രകാരം പറയുന്നു. അവിടെ കുറേ ആചാര്യന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കുമാര, വ്യാസ, ശുക, ശാണ്ഡില്യ, ഗർഗ, വിഷ്ണു, കൗണ്ഡിന്യ, ശേഷ, ഉദ്ധവ, ആരുണി, ബലി, ഹനുമത്, വിഭീഷണാദയ ഭക്താചാര്യ. കുറേ ആചാര്യന്മാരുടെ പേര് പറയുന്നു. കുമാരൻ, കുമാരൻ എന്ന് പറഞ്ഞാൽ സനക, സനന്ദന, സനാതന, സനത്കുമാരന്മാരിൽ ആരും ആവാം. 4 കുമാരന്മാരെയും അഭേദമായി ഗ്രഹിക്കാം. ഇനി അവരിൽ തന്നെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞാൽ സനത്കുമാരനെ പറയുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതെന്താ? കാരണം നാരദന്റെ ഗുരു സനത്കുമാരനാണ്. അപ്പോൾ തൻ്റെ ശാസ്ത്രത്തിൽ ആചാര്യന്മാരെ പറയുന്ന കൂട്ടത്തിൽ ആദ്യം തന്നെ ഗുരുനാഥനെ പറഞ്ഞു. കുമാര, സനത് കുമാരൻ. വ്യാസ, സകല പുരാണങ്ങളെയും രചിച്ച, ഇതിഹാസങ്ങളെ രചിച്ച, വേദങ്ങളെ വ്യസിച്ച വ്യാസൻ. വേദാൻ വിവ്യാസ ഇതി വ്യാസ. വേദങ്ങളെ വ്യസിച്ചവനാണ് വ്യാസൻ. വിവ്യാസ വേദാൻ യസ്മാത് തസ്മാത് വ്യാസ. വ്യാസന്റെ പേര് പറയാൻ കാരണം വേദങ്ങളെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തിലാണ്. വ്യസിച്ചവൻ, വിഭജിച്ചവൻ, എഡിറ്റ് ചെയ്തവൻ. വ്യാസൻ, കുമാര, വ്യാസ. ശുക, ശുകബ്രഹ്മർഷി. വ്യാസപുത്രൻ, പരമാചാര്യൻ, ബ്രഹ്മർഷി, ശുകബ്രഹ്മർഷി. ശാണ്ഡില്യ, ശാണ്ഡില്യ മഹർഷി. പ്രസിദ്ധമായ ഭക്തിശാസ്ത്രം രചിച്ച ആളാണ് ശാണ്ഡില്യൻ. ശാണ്ഡില്യ ഭക്തി മീമാംസ പ്രസിദ്ധമാണ്. ശാണ്ഡില്യ. ഗർഗ, ഗർഗമഹർഷി. ഗർഗമഹർഷിയാണ് കൃഷ്ണന് പേരിട്ടത്. എന്താ പേരിട്ടെ? എന്താ പേരിട്ടെ ഗർഗൻ? ശ്രീകൃഷ്ണനാണോ കൃഷ്ണനാണോ? കൃഷ്ണൻ. അത് ഓർമ്മിച്ചോ, ശ്രീകൃഷ്ണനല്ല. നമ്മൾ കുറച്ച് കേമായിക്കോട്ടെ വെച്ചിട്ട് ശ്രീ കൂട്ടി വിളിക്കും. ശ്രീ കൂടിയാൽ കേമൊന്നും ആവണില്ല, മോശമാവുകയാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ അത് മായാതത്വമാണ്. ശ്രീ മായാതത്വമാണ്. ഇപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മായാരഹിതനായ കൃഷ്ണനാണ്, പരമാത്മാവാണ്. അവിടെ ശ്രീ കൂടിക്കഴിഞ്ഞാൽ എന്തായി? മായാതത്വം കൂടി. സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരങ്ങൾക്ക് വേണ്ടി മായ സ്വീകരിച്ചിരിക്കുന്ന കൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ. ഗർഗൻ പേരിട്ടത് കൃഷ്ണൻ. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ കൃഷ്ണൻ.
എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. കർഷണാത് കൃഷ്ണ. അല്ലെങ്കിൽ കറുത്ത വർണ്ണത്തോടു കൂടിയവൻ കൃഷ്ണൻ. അല്ലെങ്കിൽ അസ്തിത്വമാണ് കൃഷ്, ആനന്ദമാണ് എണ്ണ, സദാനന്ദ സ്വരൂപനായവൻ കൃഷ്ണൻ. അല്ലെങ്കിൽ സകല ജീവികളും അവരവരുടെ ശരീരങ്ങളാകുന്ന ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും യഥാകർമ്മ ഫലം കൊടുക്കുന്ന കൃഷിക്കാരനാണ് കൃഷ്ണൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം. കൃഷ്ണൻ എന്ന് മതി, ശ്രീകൃഷ്ണൻ എന്ന് വേണ്ട. ഇല്ല, ഒന്ന് താത്തിക്കൊണ്ടുവരണം വെച്ചാൽ ശ്രീകൃഷ്ണനാക്കാം, വിരോധമില്ല. സാധാരണ മനുഷ്യന്മാരെ ശ്രീ കൂട്ടിയാൽ ഒന്ന് നന്നാക്കുക ചെയ്യുന്നത്, ഇല്ലേ? അതെ. സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞപ്പോൾ ഒരു കുറച്ചിൽ പോരായി ഉണ്ടോ, എന്നാൽ പിന്നെ ശ്രീ സ്വാമി ചിദാനന്ദപുരി. ഇപ്പോൾ 2 ശ്രീ ആയാലോ കുറച്ചും കൂടിയും കേമായി, 3 ശ്രീ ആയാലോ കുറേയും കൂടിയും കേമായി. അങ്ങനെയാണ് പൊതുവെ കാണുന്നത്. നിങ്ങൾ ശ്രീ ശ്രീ രവിശങ്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ശങ്കരാചാര്യന്മാരെയൊക്കെ പറയുമ്പോൾ ശ്രീ 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 എന്നാണ് പറയുക. ശങ്കരാചാര്യന്മാരെയൊക്കെ പറയുമ്പോൾ 3 ശ്രീ പറയും. ശ്രീ 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 ജയേന്ദ്ര സരസ്വതി സ്വാമികൾ. എങ്ങനെയാ പറഞ്ഞു പോരുന്നതാ അത്. അതൊക്കെ ഒരു പരമ്പരാഗതമായി പോരുന്നതാ. വാസ്തവത്തിൽ ശ്രീ കൂടുന്നതിനനുസരിച്ച് മായാതത്വം കൂടുക ചെയ്യുന്നത്. ശ്രീരഹിതമായ നല്ലത് പരമാത്മഭാവം. ഇതിലൊരു നേരം പോക്കുണ്ട്. നേരം പോക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയം തീരും. മാത്രമല്ല യന്ത്രവും നല്ല ശരിയില്ല. അപ്പോൾ നേരം പോക്കൊന്നും അധികം പറയാൻ വയ്യ. എന്നാൽ ഓർമ്മ വന്നാൽ പറയാണ്ട് വയ്യ. ഒരിക്കൽ ഒരു സർവജ്ഞനായിരുന്ന എന്ന് പറഞ്ഞാൽ ശരിയില്ല, സർവജ്ഞനായ ഒരു സ്വാമിജിയുമായിട്ട് നമ്മൾ സംസാരിക്കുകയായിരുന്നു. പോയി നമസ്കരിച്ചു. അപ്പോൾ എവിടുന്നാ വരണ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇതൊരു 89 മറ്റോ ആണ്, 88 89 ആണ്. അല്ല 89 സന്യാസ ദീക്ഷയ്ക്ക് ശേഷമാണ്. അപ്പോൾ പേരൊക്കെ ഇത് തന്നെയാണ്. സ്വാമി ചിദാനന്ദപുരി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ എവിടുന്നാണ് വരുന്നത്? ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന ആശ്രമത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു ചോദ്യം. ഇദ്ദേഹം വെച്ചാൽ വലിയ ഗൗരവക്കാരനാണ്, എല്ലാവർക്കും പേടിയാണ്. എന്താ പറയാന്ന് കണക്കൊന്നുമില്ല, വലിയ ഗൗരവമാണ്. ചിരിക്കുക വളരെ ചുരുക്കമാണ്. അദ്ദേഹം ചിരിക്കുന്നത് വളരെ ചുരുക്കം പേരെ. ഇപ്പം നല്ലോണം ചിരിക്കും കേട്ടോ. അപ്പോൾ വയസ്സായപ്പോൾ നല്ലോണം ചിരിക്കുന്നുണ്ട്. പണ്ട് ചിരി വളരെ കുറവാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കാശികാനന്ദ ഗിരിസ്വാമികൾ. വലിയ വിദ്വാനാണ്, വിദ്വത് വരിഷ്ഠനാണ്, ആചാര്യ മഹാമണ്ഡലേശ്വരനാണ്. അപ്പോൾ ഒരു ചോദ്യം. ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എന്താണ് ഈ മന്ത്രത്തിലെ തെറ്റ്? ഇതാണ് ചോദ്യം. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എന്താണ് ഈ മന്ത്രത്തിലെ തെറ്റ്? അപ്പം നമ്മൾ പറഞ്ഞു, സ്വാമിജി മന്ത്രത്തിലെ തെറ്റ് പറയാൻ ഞാൻ ആരാ? എങ്കിലും സ്വാമിജി ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മഹാത്മാക്കൾ ചോദിച്ച് മറുപടി പറയുന്നില്ലെങ്കിൽ അത് സമ്പ്രദായത്തിന് വിരുദ്ധമാണ്. സമ്പ്രദായങ്ങൾ എപ്പോഴും നമ്മൾ പാലിക്കണം. ചോദിച്ചാൽ അപ്പം മറുപടി പറഞ്ഞോളണം. അപ്പം വിനയം കാണിച്ച് മിണ്ടാണ്ടിരിക്കരുത്. അതൊക്കെ സമ്പ്രദായമാണ്. അപ്പം എനിക്ക് തോന്നുന്നു സ്വാമിജി പറഞ്ഞതുകൊണ്ട് കൃഷ്ണായ പരബ്രഹ്മണേ എന്ന് പറയാം. ശ്രീകൃഷ്ണായ അപരബ്രഹ്മണേ നമഃ എന്നാണ് പറയേണ്ടത്. കാരണം ശ്രീ കൂടിയാൽ പരബ്രഹ്മമല്ല, അപരബ്രഹ്മമാണ്. ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ്വാദശ ദർശന സംഗ്രഹം. അത് വേഗം സമ്മാനമായി തന്നു. ഇന്ന് ആ പുസ്തക ആശ്രമത്തിലുണ്ട്. സാധാരണ അതേ ഒരു 5 പൈസ ഒരാൾക്ക് കൊടുക്കാത്ത ആളാണെന്നാണ് പറയുക. എത്ര കഷ്ടപ്പെട്ടാലും എന്ത് തന്നെ ആയാലും ശരി, ഒരു 5 പൈസ സ്വാമീൻ്റെ കയ്യിൽ നിന്ന് കിട്ടാറ് പൊതുവേ കുറവാണ്. അതുകൊണ്ട് ആർക്കും വിരോധം പറയുകയല്ല, അത് ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായമുണ്ട്. അദ്ദേഹം പൊതുവെ ഒന്നും കൊടുക്കില്ല, ഇങ്ങനെയാണ്. പക്ഷെ അപ്പോൾ തന്നെ ഈ പുസ്തകം തന്നു. ഇന്നും ആശ്രമത്തിൽ ഈ പുസ്തകമുണ്ട്. അന്ന് തൊട്ട് ഇത് ആലോചിക്കാറുണ്ട്. ശ്രീ എന്നുള്ളത് എപ്പോഴും മായാതത്വമാണ്. ഇപ്പം ഗർഗൻ എന്താ പേരിട്ടെ? കൃഷ്ണൻ. അപ്പോൾ ഭഗവാന് പോലും പേരിട്ട മഹാത്മാവാണ് ഗർഗൻ. ഈ ഗർഗനാണ് വലിയൊരു ഭക്തിശാസ്ത്രം എഴുതിയിട്ടുണ്ട്. എന്താണ്? ഗർഗസംഹിത. ഗർഗഭാഗവതം എന്നുള്ള പേരിൽ അത് പ്രസിദ്ധമാണ്. ഗർഗസംഹിത. ഇത്രയും വലിയൊരു ഭക്തിശാസ്ത്രം എഴുതിയ ആചാര്യനാണ് ഗർഗൻ. പിന്നെ ആരാ? ഗർഗ. വിഷ്ണു. അറിയില്ല ആരാന്ന്. വിഷ്ണു ആരാന്നറിയില്ല. എന്തായാലും ജ്യോതിഷത്തിൽ വലിയൊരു ആചാര്യനുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്താണ് അറിയില്ല. ഏതായാലും ഭക്തിശാസ്ത്രത്തിൽ
വിഷ്ണു ഉണ്ട്, ആരാന്നറിയില്ല. വിഷ്ണു സംഹിത എന്നൊരു സംഹിത ഉണ്ട്. വിഷ്ണു സംഹിത വിഷ്ണുവിൻ്റെയാണ്, ആരാന്നറിയില്ല. ഏതായാലും വലിയൊരു ഭക്താചാര്യനാണ്. കൗണ്ഡിന്യനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ബൃഹദാരണ്യകോപനിഷത്തിൽ ഈ മഹാത്മാക്കളുടെ പട്ടിക പറഞ്ഞ കൂട്ടത്തിൽ കൗണ്ഡിന്യൻ്റെ പേരുണ്ട്. വലിയ ആചാര്യനായിരിക്കണം കൗണ്ഡിന്യൻ. ശേഷൻ തന്നെ, ശേഷൻ്റെ ഉപരിയാണ് മഹാവിഷ്ണു പോലും ശയിക്കുന്നത്. അദ്ദേഹം വലിയ ഭക്താചാര്യനായിരിക്കണം, അല്ലാണ്ട് ഇപ്പം അങ്ങനെ പറയില്ലല്ലോ. ഉദ്ധവൻ ഉദ്ധവൻ പരമമായ തത്വോപദേശം ഉദ്ധവനാ കൊടുക്കുന്നത്. ഉദ്ധവന് കൊടുത്ത ഉപദേശമാണ് ഏറ്റവും സൂക്ഷ്മമായ ഉപദേശം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഇത് പഠിക്കാം. സപ്താഹക്കാരൊക്കെ റോക്കറ്റ് പോലെ പോണ ഇതാണത് ഈ സ്കന്ധം. 10ാം സ്കന്ധമൊക്കെ വളരെ വിസ്തരിച്ച് പറയും. 11ാം സ്കന്ധം ഒരു പോക്കാണ്. എന്നാൽ ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കന്ധം 11ാം സ്കന്ധമാണ്. അത് ഉദ്ധവനുള്ള ഉപദേശങ്ങളാണ്. ശരി, അങ്ങനെയുള്ള ഉദ്ധവൻ. അരുണൻ്റെ അപത്യം അരുണി പരമാചാര്യനായിട്ട് ഉപനിഷത്തുക്കളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിലും ആരുണിയുണ്ട്. ഇങ്ങനെയുള്ള ഭക്താചാര്യന്മാർ എന്താ അവരുടെ സ്വഭാവം? ജനജൽപ്പ നിർഭയത്വം. അതാണ് നമുക്കൊക്കെ വേണ്ടത്. അവന് എന്താ നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ ജൽപ്പനങ്ങളിൽ നമ്മൾ നിർഭയന്മാരായിരിക്കണം. ഭയം പാടില്ല. ഭയമുള്ളൊരു സമൂഹത്തിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ പാടില്ല. വീട്ടിലടച്ചിരുന്നാൽ മതി. സമൂഹത്ത് പ്രവർത്തിക്കുകയും ചെയ്യും, ഭയം ഉണ്ടാവുകയും ചെയ്യും. അത് പറ്റില്ല. ആചാര്യൻ എപ്പോഴും നിർഭയനായിരിക്കണം. അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള നിർഭയന്മാർ പറയുന്നു ഇപ്രകാരമൊക്കെ. എപ്രകാരം അതിപ്പോൾ ഇനി രണ്ടാമതും ചോദിക്കരുത്. 1ാം സൂത്രം തൊട്ട് വീണ്ടും പഠിക്കണം. ഇതം നാരദ പ്രോക്തം ശിവാനുശാസനം വിശ്വസിതി ശ്രദ്ധത്തെ സ ഭക്തിമാൻ ഭവതി സപ്രേഷ്ഠം ലഭതേ. ഇതം നാരദ പ്രോക്തം ശിവാനുശാസനം. യാതൊരാൾ നാരദരാൽ പറയപ്പെട്ട ഈ ശിവാനുശാസനം മംഗളമായ അനുശാസനം. ഇത് മംഗളമായ അനുശാസനമാണ്. അനുശാസിക്കപ്പെടുന്നത്, ഉപദേശിക്കപ്പെടുന്നതാണ് അനുശാസനം. ഇത് ശിഷ്യന്മാർക്കായിക്കൊണ്ടുള്ള അനുശാസനമാണ്. എന്താണിത്? ശിവാനുശാസനമാണ്. ആരിതിനെ സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതം ശിവമയമായി തീരും, മംഗളമായി തീരും. അപ്പം അത്യന്തം മംഗളമായ ഈ അനുശാസനം ഇതാരെഴുതിയതാ? നാരദ പ്രോക്തം, നാരദനാൽ പറയപ്പെട്ട ഈ ശിവാനുശാസനം യഹ വിശ്വസിതി, ആരാണോ വിശ്വസിക്കുന്നത്, ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുന്നത്, ശ്രദ്ധയെ സമർപ്പിക്കുന്നത്, ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രാനുസാരമാണെന്ന് ഉറച്ചു സ്വീകരിക്കുന്നത്, ഭക്തിമാൻ ഭവതി. എന്താ അവൻ്റെ ഫലം? അവൻ ഭക്തിയുള്ളവനാവും. അവന് 2 കൊമ്പ് മുളയ്ക്കും, അല്ലെങ്കിൽ അവൻ്റെ മക്കളുടെ വിവാഹം പോകാൻ കഴിയും, അവൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നൊന്നും പറയുന്നില്ല. അവൻ ഭക്തിമാനായിത്തീരും, അവന് ഭക്തി ഉണ്ടാവും. ഇന്നിപ്പോൾ ഇത് ഭക്തിമാനാവും എന്നൊക്കെ പറഞ്ഞാൽ ആരാ സ്വീകരിക്കുക? അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. പണം ധാരാളം കിട്ടും, ശത്രുക്കൾ നശിച്ചു പോവും എന്നൊക്കെ പറയേണ്ടി വരും. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയണത്. ഓരോന്നിലും ഫലശ്രുതി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സംശയമുള്ളൊരു ഭാഗവതത്തിൻ്റെ ഒക്കെ നോട്ടീസ് എടുത്ത് വെക്കുക. ഇന്ന് ഐശ്വര്യം കിട്ടുന്നത് കിട്ടും, എന്നിട്ട് കിട്ടാൻ വേണ്ടിയായി പോകുന്നു. കിട്ടിയില്ല വെച്ചാൽ വിരോധാവില്ലേ? ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കണവരുടെ ദോഷമെന്ന് ആലോചിച്ച് നോക്കൂ. വലിയ ദോഷമാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ ഒരു ക്ഷേത്രം, വളരെ കാലം ജീർണിച്ച് കിടന്ന ക്ഷേത്രം, എത്രയോ കാലം, ദശകങ്ങൾ, അനേക ദശകങ്ങൾ, ശതകങ്ങൾ തന്നെ ജീർണിച്ച് ക്ഷയിച്ച് കിടന്നൊരു ക്ഷേത്ര സങ്കേതം. അപ്പം അത് പെട്ടെന്ന് പുനരുദ്ധരിക്കണമെന്ന് നാട്ടുകാർക്കൊക്കെ വലിയ താല്പര്യമായി. എല്ലാവരും ഒത്തുകൂടി. അപ്പോഴത്തേക്ക് ചില പ്രത്യേക ആൾക്കാരൊക്കെ അവതരിച്ചു. ക്ഷേത്രോദ്ധാരകന്മാരെന്ന് പ്രത്യേകം പേരുള്ള ആൾക്കാരൊക്കെ ചിലരുണ്ട്, അവരവതരിച്ചു. അങ്ങനെ വളരെ ഉഷാറായിട്ട് ക്ഷേത്ര പുനരുദ്ധാരണം. അപ്പം അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളെ വിളിച്ചിരുന്നു, നമ്മളവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് അവിടെ ചെന്നു. എന്തൊരു ഉത്സാഹം എന്നറിയോ? ആ ഗ്രാമത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ, ആയിരക്കണക്കിന് ആൾക്കാർ.
എന്തൊരു ഉത്സാഹം, സന്തോഷം തോന്നി. ഒരു പ്രസംഗമൊക്കെ ചെയ്തു. പിന്നീട് 2-3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് പോയപ്പോൾ ഒരു തോന്നൽ, ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ, ഓർമ്മ വന്നു. അപ്പോൾ ആ നാട്ടുകാരോട് അന്വേഷിച്ചു, ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ ഭംഗിയായി നടക്കണില്ലേ? എന്ത് ഭംഗിയായിട്ട്, ആരും പോയില്ല. അതെന്താ? ഗംഭീരമായിട്ട് നടന്നതാണല്ലോ പുനഃപ്രതിഷ്ഠയൊക്കെ, പിന്നെ എന്ത് പറ്റി? അപ്പോൾ അവിടെ ആരും അങ്ങനെ പോക്കൊന്നുമില്ല, രണ്ടാമതും ജീർണിച്ചുകൊണ്ട് വരിക. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഈ ജീർണോദ്ധാരണം ചെയ്യുന്ന സമയത്ത് കമ്മിറ്റിക്കാർ ഓരോ പ്രലോഭനങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഇന്നത് കൊടുത്ത് അന്നത് കിട്ടും, ഇന്നത് കൊടുത്ത് അന്നത് കിട്ടും. ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വിഗ്രഹം ആരാണോ സമർപ്പിക്കുന്നത് അവർക്ക് സന്താനലബ്ധി ഉണ്ടാവും. ഇത് കേട്ടിട്ട് സിംഗപ്പൂർ കേന്ദ്രമായിട്ട് ജോലി ചെയ്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് കുട്ടികളൊന്നുമില്ല. അപ്പം ഇയാൾക്ക് എങ്ങനെയോ ഈ വിവരം കിട്ടി, ഇയാളാണ് ഈ പ്രതിമയൊക്കെ കൊടുക്കുന്നത് ക്ഷേത്രത്തിലേക്ക്. എന്താ കിട്ടുക? കുട്ടികളുണ്ടാവും. പ്രതിഷ്ഠ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. സാരമില്ല, പോട്ടെ, അയാൾ പിന്നെയും പ്രതീക്ഷയോടുകൂടി കഴിയുക. അപ്പോഴാണ് അയാളുടെ ഭാര്യയുടെ യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വന്നത്. ഭാര്യയുടെ യൂട്രസ് എടുത്ത് മാറ്റിയെന്ന് മാത്രമല്ല, ഇയാൾക്ക് മാരകമായ എന്തെല്ലാമോ രോഗങ്ങൾ വന്നു. ഇയാൾക്ക് ഒരിക്കലും സന്താനം ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അതോടുകൂടി ഇയാൾ ക്ഷേത്രത്തിനെതിരായി. ഇത് നാട്ടിലാകെ പരന്നു. കുശു 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 എന്ന് വാക്യങ്ങൾ ഇങ്ങനെ പരന്നു. ആരും പോവാണ്ടായി. ആരെടുത്താ തെറ്റ്? ക്ഷേത്ര കമ്മിറ്റിക്കാരെടുത്താ തെറ്റ്. ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം കൊടുത്താൽ കുട്ടികളുണ്ടാവുമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ തൽക്കാല കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ പറയും. തൽക്കാലം കാര്യം നടക്കും, പക്ഷെ അനുഭവത്തിൽ വരാണ്ടിരിക്കുമ്പോൾ സമൂഹം വിപരീതമായി തിരിയും. ദയവ് ചെയ്ത് ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ ഒരിക്കലും പറയരുത്. ഭഗവാനിലുള്ള ഭക്തി, അതാ നമുക്ക് വേണ്ടത്. വേറെന്താ വേണ്ടത്? ശാന്തി ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ, സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ, അതൊക്കെ ഉണ്ടാവും. കാരണം ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. അല്ലാതെ താൽക്കാലിക കാര്യലാഭങ്ങളെ ഒരിക്കലും ഫലശ്രുതിയായിട്ട് പറയരുത്. പറഞ്ഞാൽ നാളെ പഴയ്ക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഭക്തിമാൻ ഭവതി. നാരദ ഭക്തിസൂത്രം ആരാണോ നല്ലപോലെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത് അവന് ഭക്തി ഉണ്ടാവും. ഭക്തിമാൻ ഭവതി സപ്രേഷ്ഠം ലഭതേ, സപ്രേഷ്ഠം ലഭതേ. അവൻ ഏറ്റവും പ്രേഷ്ഠമായത് ലഭിക്കും, പ്രിയതമമായത്. അവനെപ്പോഴും സന്തോഷമായിരിക്കും. ഒരു ഭക്തൻ എപ്പോഴും ആനന്ദം അല്ലാണ്ട് എന്താ ഉള്ളത്? പ്രേഷ്ഠമായതിനെ, പ്രിയതമമായതിനെ അവൻ നേടും, പ്രിയതമമായതിനെ നേടും. ആവർത്തിച്ച് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ഉപസംഹാരത്തെ കാണിക്കാനാണ്. ഇങ്ങനെ 84 സൂത്രങ്ങളിൽ ഒതുങ്ങുന്നതാണ് നാരദ ഭക്തി സൂത്രങ്ങൾ. അതിൻ്റെ സാമാന്യ ചിന്തയാണ് നമ്മൾ ചെയ്തത്. വിസ്തരിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ നീണ്ടുപോകും. അത് വേണ്ട. സാമാന്യം മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. സന്തോഷം. തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. തൽക്കാലം ഏതായാലും 84 സൂത്രങ്ങൾ അനുസന്ധാനം ചെയ്യുക, നല്ലപോലെ അനുസന്ധാനം ചെയ്യുക. ഈ പറഞ്ഞതിൽ നിന്ന് ഭിന്നമായിട്ട് ഒരുപാട് വ്യാഖ്യാനങ്ങളാവാം, പക്ഷെ ഒരു സാരഭൂതമായത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ നല്ലോണം അനുസന്ധാനം ചെയ്താൽ ധാരാളം മതി. തൽക്കാലം ഉപസംഹരിക്കാം. സന്തോഷം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.